നമസ്കാരം. പിന്നെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം കിഴങ്ങ് വർഗ്ഗ വിളകളാണ്. അതിൽ പ്രധാനമായിട്ടും മരിച്ചീനിയും മധുരക്കിഴങ്ങും ബാക്കിയുള്ള കിഴങ്ങ് വർഗ്ഗ വിളകളെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ എടുക്കുന്നതാണ്. അപ്പം ഈ കിഴങ്ങ് വർഗ്ഗ വിളകൾ നമ്മൾ പറയുമ്പം നമ്മുടെ മലയാളികളുടെ തനതായ ഒരു ആഹാരമാണ് അല്ലേ, ഒരു ഉപഭക്ഷ്യ വിഭവം എന്ന് വേണം നമുക്ക് പറയാം. പണ്ട് കാലം മുതൽക്കേ നമ്മൾ എന്താ പറയുന്നത്, കർഷകരെല്ലാവരും തന്നെ പാടത്തൊക്കെ കൃഷി ചെയ്ത് ഇടയ്ക്ക് നമ്മൾ കഴിക്കാനായിട്ടൊരു കപ്പ പുഴുക്കും മുളകരച്ച ചമ്മന്തി, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നും നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ കാലക്രമേണ, അതായത് പുതിയ തലമുറ വന്നപ്പോഴത്തേക്കും അവർ ഈ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡിലേക്കൊക്കെ കേന്ദ്രീകരിച്ചപ്പം ഈ കിഴങ്ങ് വർഗ്ഗ വിളകളിലുള്ള പ്രാധാന്യം കുറഞ്ഞു വന്നു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള വിസ്തൃതി തന്നെ കുറഞ്ഞു, പക്ഷെ ഉൽപാദനം അന്നത്തേനെക്കാട്ടിലും കൂടുതലാണ്. അപ്പൊ ഈ ഒരു കിഴങ്ങ് വർഗ്ഗ വിളകളുടെ പ്രാധാന്യം, നമ്മൾ ഇതിനെ മണ്ണിനകത്ത് ഉണ്ടാവുന്ന ഒരു വിളയാണിത്. ബാക്കിയെല്ലാം പച്ചക്കറി ആയാലും നെല്ലായാലും എല്ലാം നമ്മൾ മണ്ണിന് മുകളിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ഈ ഒരു വിള മാത്രം മിക്കവാറും എല്ലാം അടിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. മണ്ണിലെ നിധി എന്ന് വിശേഷിപ്പിക്കുന്ന വിളകളാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് മരിച്ചീനി, മധുരക്കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്ക, കൂവയൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചേന, ചേമ്പ്, കാച്ചില്, മരിച്ചീനി, മധുരക്കിഴങ്ങ്. കൂർക്കയൊക്കെ അത്രയും ഒരു പ്രാധാന്യം വന്നിട്ടില്ല. അതുപോലെ കൂവ, പിന്നെ പലതരം കാച്ചില് ഇനങ്ങൾ ധാരാളമുണ്ട് ഇതിനകത്ത്. ഇപ്പം കേരളത്തില് ഏകദേശം 70% ഈ കിഴങ്ങ് വർഗ്ഗ വിളകൾ നമ്മുടെ ഭക്ഷ്യ ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പിന്നീടുള്ളത് മാത്രം, കാരണം അന്നജം ധാരാളം അടങ്ങിയ വിളകളാണിത്. അതിൻ്റെ കിഴങ്ങിലൊക്കെ ധാരാളം അന്നജം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ യൂസസ്, വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് ഇവ ഉപയോഗിച്ചു വരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിലേറ്റവും പ്രധാനം ഭക്ഷ്യാഹാരമായിട്ട് തന്നെയാണ്. അതേസമയം നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ധാരാളം കൃഷിയിടങ്ങൾ വാഴ, മരിച്ചീനി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെ ഈ വിളകൾ ഒരു വ്യാവസായിക വിളയാണ്. അവരുടെ ആഹാരമായിട്ട് ഇതിന് അത്രയും പ്രാധാന്യം വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതിൽ അന്നജം ധാരാളമുണ്ട്, കമ്പാരിറ്റീവ്ലി മാംസ്യം കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാ ആഹാരക്രമത്തിലും നമ്മളൊരു അന്നജവും മാംസ്യത്തിന്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് അതാണ് നമ്മൾ കപ്പയും മീൻ കറിയും ആ ഒരു കോമ്പിനേഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. മറ്റ് വിളകളെ അനുബന്ധിച്ച് ഈ കിഴങ്ങ് വർഗ്ഗ വിളകളുടെ പ്രാധാന്യം തന്നെ അതിൻ്റെ ഉയർന്ന ഉൽപാദനക്ഷമത, അതിൻ്റെ ഊർജം അടങ്ങിയിരിക്കുന്നത്. അതായത് നെല്ല് ഇപ്പം നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു ഹെക്ടറിൽ നിന്ന് ഒരു 6 ടൺ അത്രയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കിഴങ്ങ് വർഗ്ഗ വിളകളാണെങ്കിൽ ഏകദേശം ഒരു 30-40 ടൺ, അതിൻ്റെ മാക്സിമം നല്ല രീതിയിലുള്ള പരിചരണം കൊണ്ട് 40 ടൺ വരെ വിളവ് തരുന്ന ഇനങ്ങളുണ്ട്. ധാതു ലവണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പോഷക മൂല്യമുണ്ട്. മാംസ്യം കുറവാണ്. മരിച്ചീനിയിലാണ് മാംസ്യം അധികം കുറവായിട്ട് വരുന്നത്. അതുപോലെ കിഴങ്ങ് വർഗ്ഗ വിളകൾ വിവിധ സാഹചര്യങ്ങളിൽ വളരുന്നവയാണ്. അതിനോടൊപ്പം തന്നെ ചെലവ് കുറവ്. കാരണം നമ്മളൊരു പച്ചക്കറി കൃഷി ചെയ്യുവാണെങ്കിൽ നടുന്നത് മുതൽ
ഒന്നിരാടം ദിവസങ്ങൾ നമ്മൾ കൃഷിയിടത്ത് പോയില്ല എങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും. പിന്നെ നമ്മൾ തിരിഞ്ഞു പോകണ്ട അങ്ങോട്ട്. അപ്പൊ ഒരു നല്ലൊരു മേൽനോട്ടം പച്ചക്കറി വിളകൾക്ക് ആവശ്യമാണ്. അതേസമയം അത്രയും ഒരു പരിപാലനം കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വേണ്ട. അതായത് ചെലവ് കുറവ്, ഉൽപാദനോപാധികളുടെ ഉപയോഗം കുറവാണ്, പരിപാലനം നമ്മൾ അനുഷ്ഠിക്കേണ്ടത് മറ്റു വിളകളെ അപേക്ഷിച്ച് കുറവാണ്. ഇപ്പം നെല്ലാണെങ്കിൽ വെള്ളം കയറ്റണം, വെള്ളം ഇറക്കണം, കളയെടുക്കണം, അങ്ങനെ കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇതൊരു ദീർഘകാല വിളയാണ്. മിക്കവാറും എല്ലാ കിഴങ്ങ് വർഗ്ഗവിളകളും എക്സെപ്റ്റ് 1-2 ഒഴികെ ബാക്കി എല്ലാം തന്നെ ഒരു 8-9 മാസം വരെ പോകുന്ന വിളകളാണ്. അപ്പം അത്രയും നാൾ ദൈർഘ്യമുണ്ടെങ്കിലും അതുപോലൊരു പരിപാലന മുറകൾ അവിടെ അനുസരിക്കേണ്ടി വരുന്നില്ല. ജൈവ വൈവിധ്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കൂട്ടത്തിൽ പലതരം വിളകളുണ്ട്. ഇപ്പൊ കാച്ചിലെടുക്കുകയാണെങ്കിൽ തന്നെ പലതരം കാച്ചിൽ, ചേമ്പ്, പല ഇനങ്ങളുണ്ട്. അപ്പം ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ളൊരു ഗ്രൂപ്പാണ് കിഴങ്ങ് വർഗ്ഗവിളകൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാവസായിക പ്രാധാന്യം, ധാരാളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പം നേരത്തെ മാം തുടങ്ങിയതുപോലെ കാലാവസ്ഥാ വ്യതിയാനം. ഇപ്പൊ തന്നെ നമ്മൾ ആലോചിക്കുക, കഴിഞ്ഞ ആഴ്ച നല്ല വെയിലായിരുന്നു. ഈ 2-3 ദിവസമായിട്ട് എന്തൊരു മഴയാണ്. ഇന്നിപ്പോൾ രാവിലെ നല്ല വെയിലോടെ നിന്നാണ് ഇപ്പം ഉച്ചയായപ്പോഴത്തേക്ക് മഴ തുടങ്ങി. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളൊരു വ്യത്യാസം, കാലാവസ്ഥയിലുള്ള വ്യത്യാസം, നമ്മുടെ നോർമൽ നമ്മൾ പറയുന്ന മഴ വരുന്ന സമയം അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടാണ് ഇന്ന് സംഭവിക്കുന്നത്. താപനില, നമ്മുടെ ചൂടോ, പണ്ട് അനുഭവിച്ചിരുന്ന ആ ഒരു താപനിലയാണോ നമ്മൾ ഇന്ന് കൃഷിയിടത്തും അല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്? വളരെ ഉയർന്നൊരു ക്രമേണ താപനില കൂടി വരികയാണ്. അത് നമ്മൾ പറയുന്ന ഹരിതഗൃഹവാതകങ്ങൾ എന്നൊക്കെ വന്നിട്ട് ഗ്ലോബൽ വാർമിംഗ് ഇഫക്റ്റ്, ആഗോള താപനം എന്ന് പറഞ്ഞ ഇഫക്റ്റ് ഒക്കെ പറയുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വെള്ളപ്പൊക്കം, വരൾച്ച, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നു. അപ്പം ഇതെല്ലാം തന്നെ നമ്മളെ ബാധിക്കുന്നത് പോലെ തന്നെ കൃഷിയിടങ്ങളിൽ വളരുന്ന വിളകളെയും ബാധിക്കുന്നുണ്ട്. എന്നാൽ കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് ഒരു പരിധി വരെ ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം അതിനെ അതിജീവിക്കാൻ കഴിയും. അത് തന്നെയാണ് ഇതിൻ്റെ മാഹാത്മ്യം. ഇപ്പം നെല്ല്, ഗോതമ്പ് പോലുള്ള ധാന്യവിളകളിൽ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ താപനില കൂടുമ്പം അതിൻ്റെ വിളവ് ഏകദേശം ഒരു 6% കുറയുന്നതായിട്ടാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതേസമയം കിഴങ്ങ് വർഗ്ഗ വിളകൾ, പ്രത്യേകിച്ച് മരിച്ചീനിക്ക്, ഈ ചൂട് കൂടുന്നതനുസരിച്ച് അതിന് വിളവിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അതുപോലെ വരൾച്ച അതിജീവിക്കാൻ പറ്റുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയാലും ഇതിന് മരിച്ചീനിക്ക് നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടാവാൻ, നല്ല രീതിയിൽ വിളവ് തരുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസം അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ മരിച്ചീനി എന്താ ചെയ്യുന്നത്, നല്ല ചൂടുള്ള സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ താഴത്തെ ഇലകൾ കുഴിച്ചുവിടും, കുറച്ച് ഇല മാത്രം റീറ്റെയിൻ ചെയ്യും. അതുപോലെ പുതിയതായിട്ട് വരുന്ന ഇലകൾ ചെറുതായിരിക്കും. അപ്പൊ ഇതെന്താ ചെയ്യണത്, അധികം ജലനഷ്ടം, ചെടിയിൽ നിന്ന് അധികം ജലനഷ്ടം ഒഴിവാക്കാൻ വേണ്ടി, ബാഷ്പീകരണവും ജലനഷ്ടവും ഒഴിവാക്കാൻ വേണ്ടി അത് സ്വയമേ അതിനെ അഡാപ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ആഴത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. പിന്നെ ഇതിനെല്ലാം ഉപരി ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശം കൂടുന്നു എന്നല്ല നമ്മൾ പറഞ്ഞത്, ഒരു ആഗോള താപനത്തിൻ്റെ ഒരു റീസൺ. മരിച്ചീനി മറ്റേ നമ്മൾ വൃക്ഷങ്ങളിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ കിടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിലോ, അത് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്ന മണ്ണിലോ, അതിൻ്റെ ആ ഭാഗങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം മരിച്ചീനിയുടെ കാർബൺ സീക്വസ്ട്രേഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഈ ഒരു കാർബൺ ആഗീരണം ചെയ്യുവാനുള്ളൊരു കഴിവ് നോക്കുമ്പം ഇതിൻ്റെ ഏകദേശം ഒരു 3.5 ടണ്ണോളം, ഒരു ഹെക്ടറിൽ ഒരു 3.5 ടണ്ണോളം ഇല കഴിച്ചിലുണ്ടാവുന്നു. അപ്പൊ അതിലെ കാർബണിന്റെ അംശമൊക്കെ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ മരിച്ചീനി ഒരു കാർബൺ വലിച്ചെടുക്കുന്ന ഒരു ക്രോപ്പാന്ന് പറയാം. അതുകൂടാതെ ഈ ഇലയെല്ലാം, കൊഴിഞ്ഞു വീഴുന്ന ഇലകളെല്ലാം മണ്ണിലേക്ക് ചേരുമ്പോൾ ഈ കാർബൺ മണ്ണിലേക്ക് ചെല്ലുകയാണ്, അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഒരു കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം കൂടെ ഈ ചെടികൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇന്നിപ്പം ഒരു കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ്. എല്ലായിടത്തും ലോക്ക്ഡൗൺ, കടകളെല്ലാം അടച്ചു. ഇപ്പം നിങ്ങൾ ആ ഒരു പടത്തിൽ നോക്കുകയാണെങ്കിൽ 4ാമത്തെ പടത്തിൽ എല്ലാ ആളും ഇങ്ങനെ ക്യൂ നിന്ന് ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കടയിലൊക്കെ സാധനം മേടിക്കാൻ പോകുന്നത്. ഇവിടെയും വീണ്ടും കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് പ്രാധാന്യം വന്നു.
പച്ചക്കറികളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ടുകളുണ്ട് ഇഷ്ടംമാതിരി. അതായത് ലോറിയിലൊക്കെ പച്ചക്കറി കൊണ്ടുവന്നപ്പം അവിടെ ഇവിടെയൊക്കെ തടഞ്ഞു വെച്ച് ലോക്ക്ഡൗൺ കാരണം അത് ഇങ്ങോട്ട് കടത്താൻ പറ്റാതെ പച്ചക്കറിയെല്ലാം അഴുകി നശിച്ചു പോയി. കർഷകർക്ക് ഇത് വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ സൂക്ഷിപ്പ് കാലം വളരെ കുറവാണ്. അതേസമയം കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് അതിൻ്റെ സൂക്ഷിപ്പ് കാലം മറ്റ് വിളവുകളെ അപേക്ഷിച്ച് കുറെ കൂടെ കൂടുതലാണ്. അപ്പോൾ ഈ ഓരോ ദിവസവും ഈ കടയിൽ ചെന്ന് ഇങ്ങനെ ക്യൂ നിന്ന് 1-3 ദിവസം കൂടുമ്പോൾ കടയിൽ ചെന്ന് ക്യൂ നിന്ന് പച്ചക്കറി മേടിക്കുന്നതിലും പറഞ്ഞ് കുറച്ച് കിഴങ്ങ് വർഗ്ഗ വിളകൾ മേടിച്ചു വെച്ചാലോ, ചേമ്പ്, ചേന, കൂർക്കയൊക്കെ മേടിക്കാൻ പറ്റിയാലോ. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം വന്നത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഒരു മാർച്ചിൽ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് സർക്കാർ തലത്തിൽ തന്നെ നല്ലൊരു ബൂസ്റ്റ് വന്നു. കിഴങ്ങ് വർഗ്ഗ വിളകളുടെ കൃഷിക്ക് എല്ലാ വിധത്തിലും ആ ലോക്ക്ഡൗൺ സമയത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഇതിൻ്റെ ആ ഒരു മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് നടീൽ വസ്തുക്കൾ ധാരാളം കാർഷിക സർവകലാശാലയിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഫാമിൽ നിന്നും മറ്റും ധാരാളം നടീൽ വസ്തുക്കൾ കൊടുത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു സംരംഭമുണ്ടായി. അപ്പം കിഴങ്ങ് വർഗ്ഗ വിളകൾ ക്ഷാമകാല വിളകളിൽ നിന്നും യുദ്ധകാല വിളകളിൽ നിന്നും വരൾച്ച അതിജീവിക്കുന്ന വിളകൾ എന്നതിൽ നിന്നും ഇന്നിപ്പോൾ കോവിഡ് കാലത്ത് ഭക്ഷ്യ സുരക്ഷ നൽകുന്ന വിളകൾ എന്നുള്ള രീതിയിലേക്കും പ്രാധാന്യം വന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിനി നമുക്ക് പറഞ്ഞിരിക്കുന്ന വിളകളുടെ കൃഷി രീതികളും കാര്യങ്ങളും നോക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ കൃഷി രീതികൾ പറയുന്നില്ല, കാരണം എല്ലാവരും മരച്ചീനിയൊക്കെ കൃഷി ചെയ്യുന്നവരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്ക് അതിലൊരു അസിസ്റ്റൻസ്, നിങ്ങൾക്ക് അതിൽ ഇൻഫർമേഷൻ, പുതിയ സാങ്കേതിക വിദ്യ അറിയേണ്ട കാര്യങ്ങൾ മാത്രം ഊന്നിക്കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു ഇതെല്ലാം തന്നെ കിഴങ്ങ് വർഗ്ഗ വിളകളിൽ മിക്കവയും ഏകദേശം ഒരു 9 മാസം കൊണ്ട് മൂപ്പെത്തുന്ന വിളകളാണ്. എന്നാൽ ഇന്ന് അത്രയും നാൾ കാത്തിരിക്കേണ്ട ഒരു ഓർത്തുകൊണ്ട് പല ഗവേഷണങ്ങളിൽ നിന്നും ഒരു 6 മാസം കൊണ്ട്, ഒരു 3-4 മാസം കുറഞ്ഞു കിട്ടുവാൻ തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണത്. അപ്പോൾ ഒരു 6 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഇനങ്ങൾ ഉരുത്തിരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ഹ്രസ്വകാല ഇനങ്ങളായ 5-6 മാസം കൊണ്ട് വിളവെടുക്കുന്നത്. വെള്ളായണി ഹ്രസ്വ, കൽപ്പക, നിധി, അതുപോലെ ഉത്തമ, അത് തിരുവല്ല ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയ ഇനമാണ്. ഈ ഇനങ്ങളെല്ലാം തന്നെ ഒരു 6 മാസം കൊണ്ട് വിളവെടുക്കാം. ശ്രീജയ, ശ്രീ വിജയ, ശ്രീപ്രകാശ് ഇവയെല്ലാം 7-8 മാസം കൊണ്ട് വിളവെടുക്കുന്നതാണ്. ബാക്കി പറഞ്ഞിരിക്കുന്ന പുതിയ മുന്തിയ ഇനങ്ങൾ ശ്രീ പവിത്ര, ശ്രീരക്ഷ, ശ്രീഹർഷ, ശ്രീ സഹ്യ, ഈ ശ്രീ എന്ന് പറയുന്നത് തന്നെ ഇത് കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ വിള ഗവേഷണ കേന്ദ്രമായ ശ്രീകാര്യത്തിൽ നിന്ന് റിലീസ് ചെയ്തിരിക്കുന്ന, അവിടെ ഉരുത്തിരിച്ചെടുത്തിരിക്കുന്ന ഇനങ്ങളായതുകൊണ്ടാണ് ശ്രീ എന്നുള്ളതും കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പം ഹ്രസ്വകാല വിളകളായ വെള്ളാണി ഹ്രസ്വ, കൽപ്പക, നിധി, ഉത്തമ, ഇതാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും കർഷകർക്കും ഒത്തിരി താല്പര്യമുള്ളതാണ്. അപ്പം ഇവിടെ നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടീൽ വസ്തുക്കൾ എന്ന് പറഞ്ഞു ആ ഒരു മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാ നടീൽ വസ്തുക്കളും ഉള്ളതെല്ലാം തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഓണത്തിന് വിളവെടുത്തതിന് ശേഷമുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് കർഷകരുടെയിലും നമ്മുടെ ഇത് കാണുകയുള്ളൂ. അപ്പം ഈ നടീൽ വസ്തുക്കൾ ഇപ്പം ചെയ്ത കർഷകരുടെ അടുത്ത് ലഭ്യമായിരിക്കും. ഇനി ഈ ഇനങ്ങൾ തന്നെ ശാഖകൾ ധാരാളം ഉള്ളവയുണ്ട്, ശാഖകൾ കുറച്ചുള്ളവയുണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിടത്ത് നടുമ്പോൾ പാലിക്കേണ്ട അകലം ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇനങ്ങളുടെ ആ ശാഖകൾ ഉള്ളതും ഇല്ലാത്തതെന്നുള്ളൊരു ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പ്രധാനം കുരുടുപ്പ് രോഗം അല്ലെങ്കിൽ മൊസൈക്ക് രോഗം എല്ലാ മരച്ചീനി കർഷകർക്കും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഒരു 3 മാസം 4 മാസം ആകുമ്പോൾ എല്ലാം കൂടെ ഒന്ന് കുരുടിച്ച് ഒരു കുരുടുപ്പ് എന്ന് പറഞ്ഞൊരു ഇലയുടെ ആകൃതി മുഴുവൻ അങ്ങ് മാറും. അപ്പൊ ഈ ഒരു അസുഖം നമ്മൾ സാധാരണ പറയുന്ന വൈറസ് രോഗമാണ്. ഇതൊരു മൊസൈക്ക് രോഗമാണ്. അപ്പൊ ഇത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പടരുന്നത് ഒരു നീരൂറ്റി കുടിക്കുന്ന പ്രാണി ഇതിന്റെ സത്ത് കുടിച്ചിട്ട് അടുത്തൊരു നല്ലൊരു ചെടിയിൽ ചെന്ന് സത്ത് കുടിക്കുമ്പോഴത്തേക്ക് ഈ രോഗാണു അവിടേക്ക് പടരുന്നു. അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന നടീൽ വസ്തു മൊസൈക്ക് വന്ന ചെടികൾ ആയിരിക്കരുത്. മൊസൈക്ക് വന്ന ചെടികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നടാനായിട്ട് കമ്പ് എടുക്കരുത്. രണ്ടാമത് നമുക്ക് കുരുടിപ്പ് രോഗത്തിന് പ്രതിരോധമുള്ള ഇനങ്ങളാണ് നിധി, ശ്രീ സഹ്യ, ശ്രീ വിശാഖം, ശ്രീ രക്ഷ, ശ്രീ പത്മനാഭ. ഈ 5 ഇനങ്ങൾക്ക്
കഴിയുമെങ്കിൽ ഈ ഇനങ്ങൾ തന്നെ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. കാലയളവിന് അല്ലെങ്കിൽ ആ ഒരു ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ട്. ഇതിൽ നിധി മാത്രമേ ഉള്ളൂ വേഗം വിളവെടുക്കാവുന്നത്. ബാക്കി എല്ലാം 9 മാസം വരെ പോകുന്നതാണ്. പക്ഷേ മൊസൈക്ക് രോഗം എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിനെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ മൊസൈക്ക് രോഗം വന്നാൽ വലിയൊരു വിളവ് കുറവ് വരില്ല. അത്രയും ഇലകൾ അങ്ങ് പോയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മരിച്ചീനി വിളവ് തരും. തീരെ അങ്ങ് മോശമാവില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷി രീതികളിലേക്ക് അകലം പറയുന്നത് ആ ഒരു ശാഖകളുള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം 75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 അടി അകലം, 2.5 അടി അല്ലെങ്കിൽ 3 അടി അകലത്തിലാണ് നമ്മൾ നടുന്നത്. അപ്പം ഞാൻ നടിയിൽ രീതിയിലേക്കൊന്നും പോകുന്നില്ല. എല്ലാവർക്കും അറിയാം കൂന എടുത്താണ്. കാരണം കൂന എന്ന് പറഞ്ഞാൽ കിഴങ്ങ്, ഞാൻ നേരത്തെ പറഞ്ഞത് മണ്ണിലെ നിധിയാണ്. കിഴങ്ങുകൾ വീർക്കണമെങ്കിൽ മണ്ണിൽ അയവുണ്ടാവണം, കിഴങ്ങുകൾക്ക് വീർക്കാനുള്ളൊരു അനുകൂല സാഹചര്യം ഉണ്ടാവണം. അപ്പം അതിന് നിലമൊരുക്കൽ വളരെ പ്രധാനമാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് മണ്ണിലെ അമ്ലത്വം. കൃഷിയിൽ ധാരാളം ഇത്രയും നാൾ നമ്മൾ രാസവളങ്ങളിൽ ധാരാളം ഉപയോഗിച്ചുള്ള കൃഷി ആയിരുന്നു എല്ലാവരും. അതിൻ്റെ ഫലവത്തായിട്ട് മണ്ണിലെ അമ്ലത്വം വളരെയധികം കൂടിയിട്ടുണ്ട്, അസിഡിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ദോഷം സൂക്ഷ്മജീവി, നമുക്കറിയാം മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് സൂക്ഷ്മജീവികളാണ്. നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും അത് ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം വേണം. അപ്പം നമ്മൾ വളം ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ചെടി വലിച്ചെടുക്കണമെന്നില്ല. അതിനൊരു റീസണാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ നല്ലവണ്ണം ജൈവാംശം മണ്ണിലുണ്ടാവണം. അതുപോലെ തന്നെ അമ്ലത്വം പ്രധാനമാണ്. അപ്പം അതുകൊണ്ടാണ് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യണം, വളപ്രയോഗവും ഒക്കെ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പം നമ്മൾ അതിന് അമ്ലത്വമുള്ള മണ്ണാണെങ്കിൽ കുമ്മായം ചേർത്ത് ആ ഒരു അമ്ലത ക്രമീകരിക്കണം. ഇത് ഓരോ കൃഷിയിടത്തെയും വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ എൻ്റെ പാടത്ത് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണികൾ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ എന്ത് വളമാണോ ഞാൻ ചേർക്കുന്നത് അതനുസരിച്ചിരിക്കും എൻ്റെ മണ്ണിൻ്റെ സ്വഭാവം. അപ്പം വേറൊരാൾ ഇത്ര കിലോ കുമ്മായം, നമ്മൾ കുമ്മായം ആണല്ലോ മണ്ണിന് അമ്ലത്വം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്നത്, കുമ്മായം ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതേ അളവിൽ ഉപയോഗിക്കുന്നത് ശരിക്കും ശാസ്ത്രീയമായിട്ട് ശരിയല്ല. കാരണം ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിൻ്റെ അമ്ലത്വവും എൻ്റെ അപ്പുറത്തുള്ള പ്ലോട്ടിൽ ചെയ്യുന്ന ഒരാളുടെ മണ്ണിൻ്റെ അമ്ലത്വത്തിലും വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന പരിപാലന മുറകൾ അതനുസരിച്ച് വ്യത്യസ്തമാണ്. പക്ഷെ ഒരു പൊതുവായ ഒരു ശുപാർശയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് വ്യത്യസ്തമായിട്ട് ചെയ്യണമെങ്കിൽ മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ തന്നെ മണ്ണ് പരിശോധന ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ കുമ്മായം ചേർക്കലും പിന്നീടുള്ള വളപ്രയോഗവും ഒക്കെ വരേണ്ടത്. അപ്പം ഇത് പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് പ്രധാനമാണ്. കാരണം ഈ അമ്ലത്വം കൂടുന്നതനുസരിച്ച് ഒരു ലൈം ഇൻഡ്യൂസ്ഡ് പ്രോബ്ലംസ്, അതായത് അമ്ലത്വമുള്ള മണ്ണിൽ നമ്മൾ വളം കൊടുത്തിട്ടുണ്ട്, മൂലകങ്ങൾ മണ്ണിനുണ്ടെങ്കിലും ഇത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, അവിടെ ഒരു ബ്ലോക്ക് പറയും. ആ ഒരു പ്രശ്നം അപ്പം എന്താ പറയുന്നത്, അമ്ലത്വത്തിന്റെ ദോഷം മാത്രമല്ല, സൂക്ഷ്മജീവികളുടെ വർധനവ് നടക്കുന്നില്ല, ഉള്ള മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങൾ പലപ്പോഴും കിഴങ്ങ് വീർക്കാതെ മുരടിച്ച് വളരുന്നതായിട്ട് ഈ അമ്ലത്വം കൂടിയുള്ള മണ്ണുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിന് പരിഹാരമായിട്ട് കുമ്മായം, അമ്ലത്വം ക്രമീകരിക്കാൻ കുമ്മായം, ഇന്ന് നമ്മൾ ഡോളമൈറ്റ് പറയുന്നു. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാൽഷ്യം മാത്രമല്ല മെഗ്നീഷ്യം കൂടെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഡോളമൈറ്റും ശുപാർശ ചെയ്ത് വരുന്നുണ്ട്. ഇനി മണ്ണിലെ അമ്ലത്വം ക്രമീകരിക്കുക. അത് കഴിഞ്ഞിട്ട് അടിവളമായി ജൈവവളം നൽകണം. അതായത് പലപ്പോഴും നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ വരുന്നതാണ്, രാസവളങ്ങൾ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തിരിച്ച് നമ്മൾ ജൈവ കൃഷിയിലേക്ക് പോകണമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു എന്താ പറയുന്നത്, പണ്ട് രാസവളത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ഇപ്പം എന്തുകൊണ്ട് ജൈവവളത്തിലേക്ക് കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്നു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. പക്ഷെ എന്ത് ശാസ്ത്രീയ കൃഷിയിൽ ഏത് വിളക്കെടുത്താലും നമ്മൾ അടിസ്ഥാനമായി ജൈവവളം കൊടുത്തതിന് ശേഷമാണ് രാസവളങ്ങളുടെ ഉപയോഗം പറയുന്നത്. നിലം ഒരുക്കുമ്പോൾ ആദ്യത്തെ നില ഒരുക്കലിൽ കുമ്മായവും അവസാനത്തെ സ്റ്റേജിൽ, അതായത് നടുന്നതിന് തൊട്ടു മുമ്പേ ജൈവവളം ചേർത്ത് കൊടുക്കണം. നമുക്കൊരു അടിസ്ഥാന തത്വമുണ്ട്. ആ ജൈവവളമാണ് പിന്നീട് ചെടികൾക്കുള്ള മൂലകങ്ങൾ ലഭ്യമാക്കുന്ന സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും. പിന്നെ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ മിക്കവാറും നമ്മൾ നേർവളങ്ങളാണ് കൊടുക്കുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതായത് പാക്യജനകം, പാവകം, ക്ഷാരം എന്ന പ്രധാന മൂലകങ്ങളെ കേന്ദ്രീകരിച്ചുള്ള രാസവളങ്ങളാണ് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം ചെടികൾക്ക് അതേസമയം അതിൻ്റെ വളർച്ച പൂർണ്ണ
പൂർണ്ണ രീതിയിൽ വരണമെങ്കിൽ ഏകദേശം ഒരു 17 മൂലകങ്ങൾ ആവശ്യമുണ്ട്. അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞ ആദ്യ മൂലകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നോ വെള്ളത്തിൽ നിന്നോ കിട്ടും. പിന്നീടുള്ളതാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ, അയൺ, മാംഗനീസ്, കോപ്പർ എന്ന് പറഞ്ഞ താഴോട്ട് കുറേ മൂലകങ്ങളുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം നമ്മൾ രാസവളങ്ങൾ വഴി കൊടുക്കുന്നു. ബാക്കിയുള്ള പ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും ഈ ജൈവവളത്തിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ ജൈവവളം നമ്മുടെ ഉപയോഗം നമ്മൾ കുറച്ച് വന്നപ്പോഴത്തേക്ക് ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പ്രത്യക്ഷ രോഗലക്ഷണങ്ങൾ പോലെ കാണിക്കത്തക്ക വിധത്തിലേക്ക് മാറി. അപ്പൊ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ പല സൂക്ഷ്മ മൂലകങ്ങളുടെ വളങ്ങൾ കൊടുക്കാൻ പറയുന്നതിന്റെ പ്രധാന കാരണം മണ്ണിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന രീതിയിൽ ജൈവവളം കൊടുത്തില്ല. അതിന്റെ ഫലവത്തായി ഓരോ മൂലകങ്ങൾ കുറയുന്ന അനുസരിച്ച് ചെടിയിൽ അതിൽ രോഗലക്ഷണങ്ങൾ കാണുകയും അതിനനുസരിച്ച് നമ്മൾ ആ മൂലകത്തിന്റെ വളം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അപ്പൊ അടിവളമായിട്ട് കൊടുക്കേണ്ടുന്ന ജൈവവളം കൊടുത്തിരിക്കണം. അപ്പം അത് കൂടിയാലും കുഴപ്പമില്ല. പൊതു ശുപാർശ അനുസരിച്ച് മരിച്ചീനയിൽ 1 മൂടിന് 1 കിലോ ജൈവവളം. അപ്പൊ ജൈവവളം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് ഉണക്കി പിടിച്ച ചാണകം ആവാം, മണ്ണിര കമ്പോസ്റ്റ് ആകാം, കോഴിവളമാവാം, പച്ചില വളമാവാം, ഏത് രീതിയിലുള്ള ജൈവികമായൊരു വളം എന്ന് മാത്രമേ നമ്മൾ ഊന്നൽ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിന്റെ അളവിന് വ്യത്യാസം വരുന്നത് ഏത് ജൈവവളമാണ് എടുക്കുന്നത് അതിനകത്തുള്ള മൂലകങ്ങളുടെ അളവനുസരിച്ച് നമ്മൾ അളവിന്റെ തോത് കുറയ്ക്കാം. ഉദാഹരണത്തിന് കോഴിവളം ഉപയോഗിക്കുമ്പോൾ ചാണകം കൊടുക്കുന്നതിന് പകുതി അളവിൽ മതി. മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കുമ്പോഴും അളവ് കുറയ്ക്കാം. അപ്പൊ ആ ഒരു വേരിയേഷൻ ഉണ്ട്. പക്ഷെ എന്തിരുന്നാലും നടുന്ന സമയത്ത് ജൈവവളം അടിസ്ഥാനമായി കൊടുത്തിരിക്കണം. ഇത് കൂടാതെ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 3 അടി അകലത്തിൽ കൂനകൾ എടുത്തിട്ടാണ് മരിച്ചീനി കമ്പ് നടുന്നത് അല്ലേ. അപ്പം അതിൻ്റെ ഇടയകലം ധാരാളമുണ്ട്. ഇത് നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വിശ്വസിച്ച് ആ പച്ചപ്പ് ഉണ്ടാവണമെങ്കിൽ, തലപ്പ് നന്നായിട്ടാവണമെങ്കിൽ എന്തായാലും ഒരു 3-4 മാസം എടുക്കും. അപ്പൊ ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് അവിടെ ഒരു ഇടയകലം ഉണ്ട്. അവിടെ നമുക്ക് മറ്റ് വിളകൾ കൃഷി ചെയ്യാം. ഇല്ലെങ്കിൽ ഈ ജൈവവളം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് പച്ചില വളങ്ങൾ, പ്രത്യേകിച്ച് വൻപയർ, അതുമാതിരിയുള്ള പയർവർഗ വിളകൾപ്പെട്ട വിളകൾ കൃഷി ചെയ്ത്, പക്ഷെ അവിടെ നമ്മൾ ഇതിന് കായെടുക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 45 ദിവസം പുഷ്പിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് നമുക്കിത് മണ്ണിലേക്ക് ഉഴുത് ചേർക്കാം. അപ്പൊ ഏകദേശം ഒരു 100 ഗ്രാം പയർവിത്താണ്, 100 മുതൽ 120 ഗ്രാം വരെയാണ് പയർവിത്ത് നമ്മൾ വേണ്ടി വരുന്നത്. ഇതിൻ്റെ ഇടയിൽ വിതറി കൊടുക്കുക, ഇല്ലെങ്കിൽ ആ കൂനയിൽ ചുറ്റും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 45 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ പച്ചില വളം, അതിൻ്റെ ആ പച്ചില ഭാഗങ്ങളെല്ലാം തന്നെ മണ്ണിലേക്ക് ഉഴുതി ചേർത്ത് കൊടുക്കുക. ആ കൂന കയറ്റി വിടുമ്പോൾ ഇതും കൂടെ മണ്ണിലേക്ക് ചേരത്തക്ക വിധത്തിൽ കൂന കയറ്റി കൊടുക്കുക. അപ്പൊ അതും ജൈവാംശം നൽകും. പിന്നെ ഈ പച്ചില പയർവർഗ വളമായതുകൊണ്ട് അതിന് നൈട്രജൻ ആഗീകരണം ചെയ്യുവാനുള്ള കഴിവുള്ളത് കൊണ്ട് ചെടികൾക്ക് ആവശ്യമുള്ളത്, മരിച്ചീനിക്ക് ആവശ്യമുള്ള നൈട്രജന്റെ ഒരു പങ്ക് ഈ പച്ചിലവളത്തിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് കൊടുക്കേണ്ടുന്ന രാസവളങ്ങളുടെ അളവ് നൈട്രജന്റെ കാര്യത്തിൽ നമുക്ക് ഒന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം, എത്ര കുറയ്ക്കാം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മൾ നടുന്ന സമയത്ത്, കമ്പ് നടുന്ന സമയത്ത് ജൈവവളം ഇട്ടു നട്ടു. ആ ജൈവവളം കൊടുക്കുന്നതിനോടൊപ്പം നമുക്ക് ഫോസ്ഫേറ്റ്, നമ്മൾ രാജ്ഫോസ്, കറുത്ത വളം എന്ന് പറയുന്ന രാജ്ഫോസ് അല്ലെങ്കിൽ മസൂരി ഫോസ്, റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ വളം ഇട്ടു കൊടുക്കാം. ഇല്ലെങ്കിൽ ആദ്യത്തെ 2 ഇല പൊട്ടട്ടെ, ആ വേരൊന്ന് പിടിച്ച് ഇല പൊട്ടുന്ന സമയത്ത് നമുക്ക് രാസവളങ്ങൾ കൊടുക്കാം. ഇപ്പം പോഷക മൂലകങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു 17 എണ്ണം ഉണ്ട്. അതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നു. അതിനുശേഷമുള്ളതാണ് നമ്മൾ വളങ്ങൾ വഴി കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനം മരിച്ചീനി കിഴങ്ങുവർഗ്ഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഭാഗ്യജനകം, ഭാവകം, ക്ഷാരം എന്നിവയാണ്. ഇതുകൂടാതെ കാൽഷ്യം, മെഗ്നീഷ്യം, നാഗം എന്ന് പറയുന്ന സിങ്ക്, ബോറോൺ, ഇതെല്ലാം ഇത്രയും പ്രാധാന്യം അർഹിച്ചത് നമ്മുടെ കൃഷി രീതികളിൽ വന്ന ഒരു പ്രയാസം കൊണ്ടാണ്. നമ്മൾ ജൈവവളങ്ങളുടെ അളവ് ഉപയോഗിച്ചു, കുറച്ചു രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിച്ചു, മണ്ണിന് അമ്ലത്വം കൂടി, മറ്റു മൂലകങ്ങൾ ലഭിക്കാതെ വന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉള്ളതെല്ലാം ചെടി വലിച്ചെടുത്തു. അപ്പം ആ സൂക്ഷ്മ മൂലകങ്ങൾ മണ്ണിൽ ഇല്ലാതെ വന്നു. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിന്റെ എല്ലാം മൂലകത്തിന്റെ വളം കൊടുക്കേണ്ടി വന്നു. അപ്പം ഭാഗ്യജനകത്തിന്റെ ജോലി കൃഷിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ നെല്ലിന്റെ ഒക്കെ കൃഷി രീതികൾ കേട്ടത് കൊണ്ട് അതിനകത്ത് ഓരോ മൂലകത്തിന്റെയും പ്രാധാന്യവും എന്ത് ജോലിയാണ് അത് ചെടിയിൽ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. പക്ഷെ ഇവിടെ കിഴങ്ങുവർഗ്ഗ വിളകളിൽ പ്രത്യേകിച്ച് പറയാനുള്ള ക്ഷാരത്തിന്റെ റോളാണ്. അതായത് പൊട്ടാസ്യം.
ശരിക്കും മൂലകങ്ങളുടെ ഇടയിൽ നമ്മൾ പൊട്ടാസ്യത്തിനെ പറയുന്നത് ഒരു പട്ടാളക്കാരനാണ്. അതായത് ചെടികൾക്ക് രോഗങ്ങൾക്കെതിരെയും വരൾച്ചയെ അതിജീവിക്കുവാനുള്ള പ്രതിരോധം നൽകുന്ന ഒരു മൂലകമാണ് പൊട്ടാസ്യം. അതാണ് നമ്മൾ പൊട്ടാഷ് വളം, MOP, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന പൊട്ടാഷ് വളം അല്ലെങ്കിൽ പൊട്ടാഷ്യം സൾഫേറ്റ് വഴി കൊടുക്കുന്നത്. കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക് ഇതിനൊരു പ്രത്യേക ജോലിയും കൂടെ ഉണ്ട്. ഇലകളിലാണല്ലോ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്, ആഹാരം ഉണ്ടാകുന്നതൊക്കെ ഇലയിലല്ലേ. അപ്പൊ ഇത് സാധാരണ വിളകളിലെല്ലാം ഇത് ഇലയിൽ നിന്ന് പൂവിലേക്കും കായിലേക്കും ചെന്ന് കയറും. പക്ഷെ കിഴങ്ങ് വർഗ്ഗ വിളകൾ ഇവിടെ വീർക്കുന്നത് കിഴങ്ങുണ്ടാവുന്ന എവിടെ? താഴെയാണ്. അപ്പൊ ഈ ഇലയിൽ ഉണ്ടാക്കിയ ആഹാരമെല്ലാം തണ്ട് വഴി താഴെ കിഴങ്ങുകളിലേക്ക് ചെല്ലണം. ആ ഒരു ട്രാൻസ്ലൊക്കേഷൻ, ആ ഒരു ജോലി ചെയ്യുന്നതിന് പൊട്ടാസ്യത്തിന് വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങ് മരിച്ചീനിക്ക് നമ്മൾ കട്ടെന്ന് പറയും, സൈനോജനിക് ഗ്ലൂക്കോസൈഡിന്റെ ആ ഒരു കറുത്ത ഒരു ഇത് വരുമല്ലോ, ഒരു കയ്പ് വരുമല്ലോ, ആ കട്ട് കുറയ്ക്കാനും പൊട്ടാസ്യത്തിന് സാധിക്കും. അപ്പൊ ഈ ഒരു പ്രത്യേകത പൊട്ടാസ്യത്തിനുണ്ട്. അതുകൊണ്ട് പല ശുപാർശകളിലും നൈട്രജനോടൊപ്പം തന്നെ പൊട്ടാസ്യവും കൊടുക്കണം കിഴങ്ങ് വർഗ്ഗ വിളകൾക്ക്. കാൽഷ്യം അതുപോലെ കോശഭിത്തികളുടെ ദൃഢതയ്ക്കും, മെഗ്നീഷ്യം ഇലകളുടെ പച്ചപ്പ്, സിങ്കും ബോറോണൊക്കെ ഓരോന്നിനും ഓരോ ജോലിയുണ്ട്. അതിന്റെ കുറവനുസരിച്ച് അതിൽ പ്രത്യക്ഷ ലക്ഷണങ്ങൾ വരും. അതിലേക്ക് നമ്മൾ താഴോട്ട് പോകുമ്പോൾ വരും. അപ്പം ഇതൊരു പൊതു ശുപാർശയാണ് പറയുന്നത്. അതായത് ഒരു സെന്റ് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടുന്ന രാസവളത്തിന്റെ അളവാണ് ഈ കൊടുത്തിരിക്കുന്നത്. യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ്. ശാസ്ത്രീയമായി പറയുമ്പോൾ നമ്മൾ നേർവളങ്ങളിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്, എന്തുകൊണ്ട് ഫാക്ടം ഫോസ് ഉപയോഗിച്ചിട്ട്? ഫാക്ടം ഫോസ് ആകുമ്പോഴത്തേക്ക് അതല്ലേ കുറച്ചും കൂടെ നല്ലത്, ഫാക്ടം ഫോസ് ഇട്ടപ്പോൾ ചെടികൾക്ക് കുറെ കൂടെ നല്ല വിളവുണ്ടായി എന്നൊക്കെ പറയാറുണ്ട്. ഫാക്ടം ഫോസ് എന്ന് പറയുമ്പം അതിനകത്തുള്ള മൂലകങ്ങളുടെ അളവ് 20-20-0-15 എന്നാണ്. അപ്പൊ 20-20 എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, 0 എന്ന് പറയുന്ന പൊട്ടാസ്യം, അവസാനത്തത് സൾഫർ, ഗന്ധകമാണ്. അപ്പൊ ഈ സൾഫർ സാധാരണ വളങ്ങളിലൊന്നും തന്നെ ഇല്ല. അതേസമയം നമ്മുടെ അവശ്യ മൂലകങ്ങളിൽ പെട്ട ഒരു അംഗമാണത്. അപ്പം ഫാക്ടം ഫോസ് ഇട്ട് കൊടുക്കുമ്പം സാധാരണ കിട്ടാത്തൊരു സൾഫർ കിട്ടുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ആ ചെടികൾ അതിനോട് റെസ്പോൺസ് കാണിക്കും. നന്നായിട്ട് ആ പച്ചപ്പൊക്കെ നന്നായിട്ട് വരും. പിന്നെ ഇവിടെ 20-20 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 100 ഗ്രാം ഫാക്ടം ഫോസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് 20 ഗ്രാം നൈട്രജനും 20 ഗ്രാം ഫോസ്ഫറസും ഉണ്ട്. അപ്പം ഏതൊക്കെ വിളകൾക്കാണോ ഈ രണ്ട് മൂലകങ്ങളും തുല്യ അളവിൽ വേണ്ടത് അവിടെ നമുക്ക് ഫാക്ടം ഫോസ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നൈട്രജനാണ് കൂടുതൽ വേണ്ടതെങ്കിൽ വീണ്ടും അതിനോടൊപ്പം ഫാക്ടം ഫോസിനോടൊപ്പം കുറച്ച് അളവിൽ യൂറിയ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഫോസ്ഫറസ് ആണ് കൂടുതൽ കൊടുക്കേണ്ടതെങ്കിൽ ഫാക്ടം ഫോസിനോടൊപ്പം രാജ്ഫോസോ മസൂരി ഫോസോ മറ്റ് ഫോസ്ഫറസ് അടങ്ങിയ വേറൊരു വളവും കൂടെ കൊടുക്കേണ്ടത് വരും. രണ്ടാമത്തെ കാര്യം, ഫോസ്ഫറസ് മിക്കവാറും എല്ലാ കൃഷിയിലും ഫോസ്ഫറസിന്റെ ആവശ്യം നമ്മൾ അടിവളമായിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ ഒരു ജോലി നല്ലവണ്ണം വേരോട്ടം വരാനാണ്. നന്നായിട്ട് വേരോടിയാലല്ലേ ചെടിക്ക് ബാക്കി മൂലകങ്ങളും വെള്ളമൊക്കെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫോസ്ഫറസ് പിന്നീട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആ ഒരു ഗുണം അവിടെ പ്രതിഫലിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഫോസ്ഫറസ് മണ്ണിൽ പിടിച്ചിരിക്കും. നൈട്രജനൊക്കെ മഴ പെയ്യുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഒരു ഭാഗം അത് ഒലിച്ചു പോകുന്നു. ഫോസ്ഫറസ് അതേസമയം മൺതരികളിൽ പിടിച്ചിരിക്കും. എന്നിട്ട് ക്രമേണ അത് പുറത്തോട്ട് വരും. അപ്പം ആ ഒരു ചെടിയുടെ കാലയളവിൽ അതിൻ്റെ ആ ദൈർഘ്യത്തിൽ പിന്നീടുള്ള സ്റ്റേജിലാണെങ്കിലും ശരി ഈ ഫോസ്ഫറസ് മണ്ണിൽ നിന്ന് ചെടിക്ക് ലഭ്യമാകും. അത് ലയിപ്പിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ക്രമേണ അത് വരികയും ചെയ്യും. ആ ഹോൾ ഡ്യൂറേഷൻ, ആ ക്രോപ്പിന്റെ കാലയളവിൽ മൊത്തം അതിന്റെ ഫോസ്ഫറസിന്റെ ആവശ്യം നമ്മൾ ആദ്യം കൊടുത്താലും കിട്ടും. അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പം നമ്മൾ ആദ്യ വളമായിട്ട് ഫാക്ടം ഫോസ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ വീണ്ടും വീണ്ടും നമ്മൾ ഫാക്ടം ഫോസ് കൊടുക്കുമ്പം ആവശ്യമില്ലാത്തൊരു ഫോസ്ഫറസ് നമ്മൾ അവിടെ കൊടുക്കുകയാണ്. രണ്ടാമത് മണ്ണിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഫോസ്ഫറസ് ചേർത്ത് കൊടുക്കുകയാണ്. മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോസ്ഫറസ് വളത്തിന്റെ അമിതമായ പ്രയോഗം കൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ ഗവേഷണങ്ങൾ ചെയ്തപ്പം മിക്കവാറും കേരളത്തിലുള്ള മിക്കവാറും എല്ലാ മണ്ണിലും ഫോസ്ഫറസിന്റെ അളവ് കൂടുതലാണ്. ശരിക്കും പറഞ്ഞ ഒരു സാഹചര്യം, ആ മണ്ണിന്റെ അളവ് നോക്കുകയാണെങ്കിൽ അടുത്ത കൃഷിയിൽ ഫോസ്ഫറസ് ഇല്ലാതെ തന്നെ നമുക്ക് ഫോസ്ഫറസ് വളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാതെ തന്നെ നമുക്ക് കൃഷി ചെയ്യാം. പക്ഷെ ഒരു സ്റ്റാർട്ടർ ഡോസ് ഒരു 25% ഫോസ്ഫറസ് കൊടുക്കുക എന്നാണ് നമ്മൾ പൊതുവായി ശുപാർശ ചെയ്യുന്നത്. അപ്പം
അപ്പൊ അവിടെ വരുന്ന നമ്മൾ ആവശ്യമില്ലാത്തൊരു ഫോസ്ഫറസ് വീണ്ടും വീണ്ടും ഫാക്ടം ഫോസ് വഴി നമ്മൾ മേൽവളമായിട്ട് കൊടുക്കണം. അപ്പൊ ഒന്ന്, തുല്യ അളവിലാണ് നൈട്രജനും ഫോസ്ഫറസും ചെടിക്ക് ആവശ്യമെങ്കിൽ ഫാക്ടം ഫോസ് കൊടുക്കാം. രണ്ടാമത്, ആദ്യത്തെ വളം, ആദ്യ ഗഡുവളവിലും നമ്മൾ ഫാക്ടം ഫോസ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പിന്നെ മേൽവളമായിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മേൽവളമായിട്ട് വേണ്ടത് നൈട്രജനും പൊട്ടാസ്യവുമാണ്. നൈട്രജൻ വളവും പൊട്ടാസ്യം വളവുമാണ് മേൽവളമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അവിടെ നൈട്രജന് വേണ്ടി യൂറിയയോ പൊട്ടാസ്യത്തിന് വേണ്ടി പൊട്ടാഷോ കൊടുക്കുമ്പം അതിന്റെ ചെലവും, ഫാക്ടം ഫോസ് കൊടുത്താൽ നൈട്രജനും ഫോസ്ഫറസും കിട്ടും, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പൊട്ടാസ്യവും കൂടെ കൊടുക്കണം. അപ്പൊ അതിന്റെ ചെലവും കൂടെ നോക്കുമ്പോൾ വളരെയധികം ഫാക്ടം ഫോസിന്റെ വില തന്നെ നോർത്താൽ മതി, വളരെ വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്തൊരു ചെലവ് വർധനവ് അവിടെ വരുത്തുകയാണ്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഫാക്ടം ഫോസ് ആദ്യ ഗഡുവിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ കഴിവതും നേർവളങ്ങൾ തന്നെയാണ് കൃഷിക്ക് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ പലപ്പോഴും കോംപ്ലക്സ് വളങ്ങൾ, മിക്സ്ചറുകൾ, ഇങ്ങനെയുള്ള വളങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ഈ കോംപ്ലക്സ് വളം അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു മൂലകമല്ല 2-3 മൂലകങ്ങൾ കാണും. അപ്പൊ അവിടെയും പ്രശ്നം ഇതാണ്, ചെടിക്ക് ആവശ്യമുള്ള അളവിലായിരിക്കത്തെ. ഇപ്പൊ തെങ്ങിന്റെ മിക്സ്ചർ എന്ന് പറയുമ്പോൾ തെങ്ങിന്റെ ആവശ്യമുള്ള NPK എത്രയാണോ അതനുസരിച്ച് ഉണ്ടാക്കിയ മിക്സ്ചറാണ് തെങ്ങിന്റെ മിക്സ്ചർ. അത് തെങ്ങിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തെങ്ങിന്റെ മിക്സ്ചർ നമുക്ക് വാഴയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെല്ലാം ഒരു ശാസ്ത്രീയ ബേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് കഴിവതും നേർവളങ്ങൾ തന്നെ ഉപയോഗിക്കുക. മണ്ണ് പരിശോധന അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും നന്ന്. എല്ലാ കൃഷിക്കും മുമ്പേ മണ്ണ് പരിശോധന ചെയ്യണമെന്നില്ല, 1-2 വർഷങ്ങൾ, ഒരു 3 വർഷം കഴിഞ്ഞിട്ട് അടുത്തത് നോക്കാം. അപ്പോൾ കാരണം ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത വളപ്രയോഗത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, 1 വർഷം കൊണ്ടൊന്നും വലിയ വ്യത്യാസം വരില്ല. അപ്പം നമുക്ക് അതും കൂടെ മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനൊരു പൊതു ശുപാർശയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 1 സെന്റ് കൃഷി ചെയ്യുമ്പോൾ യൂറിയ 870 ഗ്രാം, രാജ്ഫോസ് 2 കിലോ, പൊട്ടാഷ് 700 ഗ്രാം. ഇത് എല്ലാം കൂടെ ഒരുമിച്ചല്ല കൊടുക്കുന്നത്. യൂറിയയും പൊട്ടാഷും 3 തവണകളായും, അതായത് നടുമ്പം 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ്. അതേസമയം ഫോസ്ഫറസ് മൊത്തം നമുക്ക് അടിവളമായിട്ട് കൊടുക്കാം, ആദ്യത്തെ ഗഡുവിൽ തന്നെ കൊടുക്കാം. ഇത് കൂടാതെ ഞാൻ മെഗ്നീഷ്യം സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ്, ബോറാക്സ്, നേരത്തെ പറഞ്ഞ ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് പറഞ്ഞിരിക്കുന്നത് അത് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിലാണ്. നമുക്ക് ആ മണ്ണിൽ ഈ മൂലകങ്ങളുടെ കുറവ്, മെഗ്നീഷ്യത്തിന്റെ കുറവുണ്ട്, നാഗം സിങ്കിന്റെ കുറവുണ്ട്, ബോറോണിന്റെ കുറവുണ്ട് എന്ന് കാണുകയാണെങ്കിൽ മാത്രമേ ഈ സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കേണ്ട ആവശ്യം ഉള്ളൂ. ഇത് ഞാൻ ഇപ്പോഴത്തെ ഒരു പൊതു ശുപാർശ, മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ 100-100-100 എന്നാണ് നമ്മുടെ NPK ശുപാർശ മരിച്ചീനി കൃഷിയിൽ. ഫോസ്ഫറസിന്റെ അളവ് പൊതുവെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഫോസ്ഫറസിന്റെ അളവ് കുറയ്ക്കാം. അതുകൊണ്ടാണ് 100-50-100. അപ്പൊ നിങ്ങൾ ഈ NPK എന്നുള്ളത് നോക്കണ്ട, നമ്മൾ കൊടുക്കേണ്ട രാസവളത്തിന്റെ അളവ്, അതായത് 870 ഗ്രാം 2 കിലോ എന്നുള്ളത് 1 കിലോ ആയിട്ട് കുറഞ്ഞു ഫോസ്ഫറസ്, കാരണം മണ്ണിൽ ഫോസ്ഫറസ് അധികമായിട്ടുണ്ട്. 700 ഗ്രാം പൊട്ടാഷ്, ഇതാണ് 1 സെന്റിൽ നമ്മൾ ശുപാർശ പറയുന്നത്. ഇപ്പം ചെയ്തൊരു ഗവേഷണ ഇതില് നമുക്ക് ഈ രാസവളങ്ങൾ, ഇപ്പം രാസകൃഷി കുറയ്ക്കണം, ജൈവ കൃഷിയിലേക്ക് പോകണം എന്നാണല്ലോ നമ്മുടെ പ്രധാന ലക്ഷ്യം ഇന്ന്, പ്രധാന ശുപാർശ. ഇപ്പൊ എല്ലാവരും ജൈവ കൃഷിയിലേക്ക് തിരിയണം എന്നുള്ളതാണ് എല്ലാ വിധത്തിലും പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ പറയുന്നത് ഒരു സംയോജിത വളപ്രയോഗം, രാസവളങ്ങളുടെ അളവ് കുറയ്ക്കുക, പൂർണ്ണമായി ഒഴിവാക്കേണ്ട, അത് ഒരു ക്രമേണ ഒരു 2-3 വർഷം 4 വർഷത്തിനുള്ളിൽ ഒരു ക്രമേണ ജൈവ കൃഷിയിലേക്ക് പോവുക എന്നുള്ളതാണ്. പെട്ടെന്ന് രാസകൃഷിയിൽ നിന്ന് ജൈവ കൃഷിയിലേക്ക് മാറണ്ട. നമുക്ക് രാസവളങ്ങളുടെ അളവ് കുറച്ചുകൊണ്ട് ജൈവവളങ്ങളുടെ ഉപയോഗം കൂട്ടിക്കൊണ്ട് നമുക്ക് കൃഷിയെ പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് ക്രമേണ മാറ്റിയെടുക്കാം. അപ്പൊ അവിടെ വരുമ്പോൾ സംയോജിത വളപ്രയോഗമാണ് പ്രധാനം. സംയോജിത വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് രാസവളങ്ങളും ജൈവവളങ്ങളും എല്ലാ തരത്തിലുള്ള വളങ്ങളും ഒരുമിച്ച് ഒരു കൃഷിയിൽ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. അതിനെല്ലാം അളവുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എല്ലാവർക്കും എനിക്കൊന്ന് ജീവാണു വളങ്ങൾ കേട്ടിട്ടുണ്ട്, ബയോ ഫെർട്ടിലൈസർ, എനിക്കൊന്ന് അതൊക്കെ എടുത്ത വിഷയങ്ങളാണ്. ജീവാണു വളങ്ങൾ എന്ന് പറയുന്ന നൈട്രജൻ ആഗിരണം ചെയ്യുന്നത് ഉണ്ട്, ഫോസ്ഫറസ് ലയിപ്പിക്കുന്നുണ്ട്, മണ്ണിൽ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസിനെ ലയിപ്പിക്കുന്ന ഫോസ്ഫറസ് ജീവാണുവളങ്ങളുണ്ട്, അതുപോലെ പൊട്ടാസ്യം ഉണ്ട്. ഇന്നിപ്പം ഇത് ഓരോ മൂലകത്തിന് ഓരോ ജീവാണുവളം കൊടുക്കുന്നതിന് പകരം ഇന്നിപ്പം നമുക്ക് 3 കൂടെ ചേർത്തുള്ള ഒരു സമ്മിശ്ര ജീവാണുവളമുണ്ട്, സമ്മിശ്ര ജീവാണുവളമുണ്ട്, PGPR മിക്സ് 1. അപ്പം ആ ഒരു സമ്മിശ്ര ജീവാണുവളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രാസവളങ്ങളുടെ ഉപയോഗം ഒരു 25% കുറയ്ക്കാം. ഇപ്പൊ വെള്ളായണി ഹ്രസ്വയിൽ ചെയ്തൊരു പരീക്ഷണത്തിന്റെ ഫലമായിട്ട് കണ്ടത് PGPR മിക്സിന്റെ ലായനി രൂപമുണ്ട്,
അതായത് 5% ലായനി, അതായത് 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ ചേർത്ത് അതിൻ്റെ ഒരു ചെറിയ നടുന്ന സമയത്താണെങ്കിൽ ഒരു 100 മില്ലി മതി ആ തടത്തിൽ കൂനയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ അത് 200-250 മില്ലി ആയിട്ട് കൂട്ടി 3 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാസവളങ്ങളുടെ ഉപയോഗം 75% മതി. 25% നമുക്ക് ഒഴിവാക്കാം. അതാണ് നേരത്തെ എഴുതിയിരുന്ന 870 1 കിലോ 700 എന്നുള്ളത് അളവ് കുറഞ്ഞു വന്നത്. അത് ഈ ലായനി രൂപത്തിലുള്ള PGPR മിക്സ് ലഭ്യമല്ലെങ്കിൽ അതിന് പൊടി രൂപത്തിലുണ്ട്. അതാണെങ്കിൽ 2%, അതായത് 2 ഗ്രാം 100 ഗ്രാം ആ അളവിൽ ചാണകവും ആയിട്ട് മിക്സ് ചെയ്ത ഒരു മിശ്രിതത്തിന്റെ ഒരു 10 ഗ്രാം ഒരു ചുവട്ടിലിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ല എന്ന് തോന്നുന്നു. 2% എന്ന് പറയുന്നത് പൊടിയാണത്. അപ്പൊ 2 ഗ്രാം 100 ഗ്രാം ആണ് 2% എന്ന് പറയുന്നത്. ചാണകമായിട്ട് മിക്സ് ചെയ്ത് ആ മിക്സിന്റെ 2 ഗ്രാം പൊടി 100 ഗ്രാം ചാണകമായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ 10 ഗ്രാം ഒരു ചുവട്ടില് ഒരു മൂട്ടില് ചെല്ലത്തക്ക വിധത്തിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ ജീവാണു വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രാസവളങ്ങളുടെ ഉപയോഗം അളവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ മണ്ണിര കമ്പോസ്റ്റ്, കോഴിവളം, മറ്റ് ജൈവ വളങ്ങൾ ഉപയോഗിക്കുമ്പം അതിനനുസരിച്ച് രാസവളത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് പൂർണ്ണമായ ജൈവ കൃഷിയിലേക്ക് മാറാം. അപ്പൊ ഇതാണ് സംയോജിത വളപ്രയോഗം ഇന്ന് നമുക്ക് കൃഷിക്ക്. കാരണം നമുക്ക് ഉൽപാദനം വേണം, വിളവ് വേണം. ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് നാള് വിളവ് കുറവായിരിക്കും. പക്ഷെ കിഴങ്ങ് വർഗ്ഗ വിളകളിൽ കുറച്ചും കൂടെ പോസിറ്റീവാണ് റെസ്പോൺസ്. കാരണം ഇതിനൊരു ദൈർഘ്യമുണ്ട് അല്ലെ, 8 മാസം 7 മാസം 8 മാസം എന്നുള്ളൊരു കാലം. അപ്പൊ അതുകൊണ്ട് ജൈവവളത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവവളം ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് രാസവളം വെള്ളത്തിൽ കലക്കി ഉപ്പ് വെള്ളത്തിൽ കലക്കുന്ന പോലെയാണ്, എളുപ്പം അതിൽ നിന്ന് മൂലകങ്ങൾ പുറത്തു വരും. അതേസമയം ജൈവവളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ജീർണിക്കണം. അപ്പൊ അതിൻ്റെ അകത്തുള്ള മൂലകങ്ങൾ പൂർണ്ണമായി ഉടനെ പുറത്തു വരത്തില്ല, അത് ക്രമേണയാണ് പുറത്തു വരുന്നത്. അപ്പം പച്ചക്കറി 3-4 മാസം കൊണ്ട് വിളവെടുക്കുന്ന വിളകളിൽ നമ്മൾ ജൈവവളം കൊടുക്കുമ്പം അതിൻ്റെ ഗുണം മിക്കവാറും ഒരു 30% അടുത്ത ചെടിക്കാണ് കിട്ടുന്നത്, അടുത്ത കൃഷിക്കാണ് വരുന്നത്. പക്ഷെ കിഴങ്ങ് വർഗ്ഗ വിളകളിൽ ഇതിനൊരു 6 മാസം തൊട്ട് 9 മാസം വരെ കാലയളവ് ഉള്ളത് കൊണ്ട് കുറെ കൂടെ റെസ്പോൺസ് നമുക്ക് ജൈവ കൃഷിക്ക് കുറെ കൂടെ റെസ്പോൺസ് നമുക്ക് കിഴങ്ങ് വർഗ്ഗ വിളകളിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോഷകമൂലകങ്ങളുടെ കുറവ്, ഒരു ചെടിക്ക് കേടെന്ന് പറയുമ്പം അതൊന്നെങ്കിൽ ഒരു രോഗമാവാം, അല്ലെങ്കിൽ ഒരു കീടമാവാം, ഇല്ലെങ്കിൽ അതിനനുയോജ്യമായ ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് അതിന് ഇപ്പൊ വരൾച്ച വരികയാണ്, അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ചെടികളിൽ വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുത്ത മൂലകങ്ങൾ 17 മൂലകങ്ങളിൽ 14 നമ്മൾ കൊടുക്കണം, 3 അത് അത്യാവശ്യം മാനേജ് ചെയ്തോളൂ. ആ 14 മൂലകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ, എല്ലാം ഒരേ അളവിൽ വേണ്ട, സൂക്ഷ്മ മൂലകങ്ങളൊക്കെ വളരെ കുറച്ച് മതി. പക്ഷെ ഏതെങ്കിലും ഒരു മൂലകത്തിന്റെ കുറവ് വന്നാൽ അത് രോഗലക്ഷണങ്ങൾ കാണിക്കും. അപ്പൊ കീടമാണെങ്കിൽ അതിന്റെ ആ ജീവി തന്നെ നമുക്കതിൽ കാണാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പുഴുവോ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഒക്കെ കാണാം. അസുഖമാണെങ്കിൽ പൂപ്പലൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ ആ പൂപ്പലിന്റെ ഇത് കാണും, അല്ലെങ്കിൽ അഴുകല്, ചീൽ, അതുമാതിരിയുള്ളതെല്ലാം നമുക്ക് കണ്ട് നമുക്കൊരു കേട് അസുഖമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതേസമയം മൂലകങ്ങളുടെ കുറവാണെങ്കിൽ നമുക്ക് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിലും അതിന്റെ ചെടിയുടെ ഭാഗങ്ങൾ പരിശോധിച്ച് അതിന്റെ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പൊതുവായുള്ള ഗവേഷണ ഫലങ്ങളിൽ നിന്ന് ഇന്ന ലക്ഷണങ്ങൾ കണ്ടാൽ മിക്കവാറും ഇതായിരിക്കും അതിന്റെ കേട് എന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞെടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും മേളിൽ കാണിക്കുന്ന ആ ഒരു മരിച്ചീനിയുടെ ഇലയുടെ അരികുവശത്തോടുള്ള ആ ഒരു കരിച്ചില്, അത് പൊട്ടാസ്യത്തിന്റെ കുറവുകൊണ്ടാണ്. അതുതന്നെയാണ് അടുത്ത പടത്തിലും കാണിച്ചിരിക്കുന്നത്. താഴെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് ആ ഇലയുടെ, മരിച്ചീനിയുടെ ഇല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിൻ്റെ അറ്റത്തെ ആ കൂർപ്പിച്ച് നിൽക്കുന്നതിന് പകരം ഉരുണ്ട് വരണു, അത് കാൽഷ്യത്തിന്റെ കുറവാണ്. അതിൻ്റെ അടുത്ത പടത്തിൽ കാണിച്ചിരിക്കുന്നത് ആ നാമ്പലകളെല്ലാം കുഞ്ഞതായിട്ട് ഒരുമാതിരി ക്രൗഡഡ് ആയിട്ട് എല്ലാം കൂടെ കൂട്ടം കൂട്ടമായിട്ടൊരു വളർച്ചയിൽ, സ്വഭാവത്തിൽ ആ ഇലയുടെ വലിപ്പത്തിലൊക്കെ വ്യത്യാസം കണ്ടില്ലേ, അത് ബോറോണിന്റെ കുറവാണ്. ബോറോൺ മിക്കവാറും ഗ്രോയിങ് ടിപ്പ്, നാമ്പലയിലാണ് അതിന് പ്രശ്നം വരുന്നത്. പിന്നെ അതുകൂടാതെ കായ്കളിലൊക്കെ വിണ്ടുകീറൽ, അതും വിണ്ടുകീറുന്നത്, അതും ആ ഷേപ്പ്, ആ കായ്, ഇപ്പം നമ്മൾ പപ്പായ, പച്ചക്കറികളൊക്കെയാണ് ആ ഷേപ്പിൽ വ്യത്യാസം വരുന്നതും ബോറോണിന്റെ കുറവുകൊണ്ടാണ്.
മരിച്ചീനയിലൊക്കെ കിഴങ്ങ് വിണ്ടു കയറുന്നത് വരൾച്ചയാവാം. അതുകൂടാതെ ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ടും സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ മറ്റത് മധുരക്കിഴങ്ങിൻ്റെ കിഴങ്ങുകളാണ് കാണിച്ചിരിക്കുന്നത്. അത് അമ്ലത്വം കൂടുതലുള്ളതുകൊണ്ടാണ് ആ പ്രോബ്ലം കാണുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ വളപ്രയോഗവും അമ്ലത്വ ക്രമീകരണവും ആവശ്യമായി വരുന്നു. അത് ചെയ്താൽ, അല്ലാതെ നമ്മൾ കീടനാശിനി അടിച്ചത് കൊണ്ടോ കുമിൾനാശിനി അടിച്ചത് കൊണ്ടോ ഈ ലക്ഷണങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് മൂലകങ്ങൾ കൊണ്ടുള്ള കുറവാണ്. അതിന് പരിഹാരമായിട്ട് അവ അടങ്ങിയിരിക്കുന്ന രാസവളങ്ങൾ തന്നെ, രാസവളങ്ങളോ രാസവളങ്ങൾ തന്നെ. കാരണം ജൈവവളങ്ങൾ എന്ന് പറഞ്ഞാൽ അളവ് കുറവാണ്. അത് ഇപ്പൊ ഇട്ട് കൊടുത്താൽ ഉടനെ അതൊരു കറക്ഷൻ വരില്ല. അപ്പം ഒരു കൃഷിയിൽ പ്രത്യക്ഷ ഏതെങ്കിലും മൂലകത്തിന്റെ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, മൂലകം കുറവ് കൊണ്ടുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ കഴിവതും നമുക്ക് പർണപോഷണം, ഫോളിയർ ന്യൂട്രീഷൻ, അതായത് വെള്ളത്തിൽ അതിൻ്റെ സ്രോതസ് രാസവളം വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഫലവത്ത്. കാരണം നമ്മൾ ചുവട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അത് ചെടി വേര് വഴി വലിച്ചെടുത്ത് ഇലയിലെത്തി അതിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും. ഒരു ഇമ്മീഡിയറ്റ് കറക്ഷൻ, ഉടൻ പ്രതിവിധി എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലത് വളപ്രയോഗത്തിനുള്ള മാർഗമാണ് പർണപോഷണം, ഫോളിയർ സ്പ്രേയർ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ മണ്ണിൽ കൊടുക്കുന്ന അളവിൽ നമ്മൾ വെള്ളത്തിൽ കലക്കരുത്. അതിന് ഓരോന്നിനും ഓരോ മൂലകവും, ഇപ്പം നൈട്രജന്റെ കുറവാണ് കാണുന്നത്, ഇലയിൽ മഞ്ഞളുപ്പാണ്, താഴത്തെ ഇലയിൽ ഫുൾ മഞ്ഞളുപ്പാണ് കാണുന്നത്, അങ്ങനെയാണെങ്കിൽ നൈട്രജൻ നമ്മൾ കൊടുക്കണം. അപ്പൊ ആ അവസരത്തിൽ നമുക്ക് യൂറിയ എന്ന് പറഞ്ഞ വളം ഉപയോഗിക്കാം, പക്ഷേ ചുവട്ടിൽ കൊടുക്കുന്ന അളവിൽ ചെയ്യരുത്. അതിന് ഓരോന്നിനും ഓരോ അളവുണ്ട്. ഇപ്പൊ യൂറിയ പർണപോഷണം ഫോളിയർ ന്യൂട്രീഷന് വേണ്ടി പോവുകയാണെങ്കിൽ 0.1%, അതായത് 1 ഗ്രാം 1 ലിറ്റർ വെള്ളം, 1 ഗ്രാം 1 ലിറ്റർ വെള്ളം. പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ പൊട്ടാസ്യം സൾഫേറ്റ് കൊടുക്കാം, അവിടെ 0.5%, അതായത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളം. അതുപോലെ NPK 3 കൂടെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷൻ, വെള്ളത്തിലൂടെ നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ, ഈ ഹൈടെക് കൃഷിയിലൊക്കെ നമ്മൾ പറയുന്നത് ട്യൂബിൽ കൂടെ വെള്ളത്തിലൂടെ തന്നെ വളം കൊടുക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു ജലലയ വളമാണ് 19-19-19, അതായത് all 19. ഇതും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവിടെ അതിൻ്റെ അളവ് 0.5 അതായത് 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളം. ഈ അളവ് തെറ്റരുത്. അതുപോലെ തന്നെ മെഗ്നീഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ്, സിങ്ക് സൾഫേറ്റ്, സിങ്ക് 0.5 to 1%, ബോറാക്സ് അല്ലെങ്കിൽ സോളിബർ, രണ്ടും കൂടെ കൊടുക്കണ്ട. അപ്പൊ ഇതിനെല്ലാം ഞാൻ പറഞ്ഞ എല്ലാത്തിനും അളവുണ്ട്. പർണപോഷണം ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. 5 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ, 1 ലിറ്റർ വെള്ളത്തിൽ അതിൽ കൂടുതൽ എടുക്കരുത്. ഇത് വളരുന്ന ചെടികളിൽ രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, മൂലകങ്ങളുടെ കുറവ് കൊണ്ടുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ പർണപോഷണം ചെയ്യുക. അതൊരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ഫലവത്താവില്ല. ഒരു 15 ദിവസം, 2 ആഴ്ച ഇടവിട്ട് ഒരു 2 തവണയെങ്കിലും ചെയ്യേണ്ടി വരുന്നു. ഇനി അതേസമയം നമ്മൾ മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നമുക്ക് ഈ മണ്ണിൽ ഇത് കുറവാണ് എന്ന് നേരത്തെ കിട്ടുവാണെങ്കിൽ, നമുക്കൊരു റിസൾട്ട് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ചുവട്ടിൽ തന്നെ കൃഷി തുടങ്ങുമ്പം തന്നെ ഈ മൂലകങ്ങളുടെ കുറവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവയുടെ വളങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പറഞ്ഞ ഫോളിയർ സ്പ്രേ എന്ന് പറയുന്നത് ചെടിയിൽ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇനി അത് കൂടാതെ ജൈവവളം, ഞാൻ പറഞ്ഞു ജൈവവളത്തിലും സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം കാലിവളം 2 കിലോ, അതായത് നമ്മൾ പൊതു ശുപാർശയായ 1 കിലോയിൽ നിന്ന് കൂടുതൽ 2 കിലോ, അല്ലെങ്കിൽ കമ്പോസ്റ്റ് 1 കിലോ, ഡോളമൈറ്റ് അമ്ലത്വം ക്രമീകരിക്കാൻ കൊടുക്കുന്ന ഡോളമൈറ്റ് 80 ഗ്രാം ഒരു ചുവട്ടിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് ആ മണ്ണിന്റെ അമ്ലത്വവും സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവും ചെടികൾ കാണുന്ന ലക്ഷണവും ക്രമീകരിക്കാൻ, അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗമാണ്. ഇനി മരിച്ചീനിയിൽ ഇപ്പൊ പുതുതായിട്ട് ഉരുത്തിരിഞ്ഞെടുത്തൊരു ഇനമാണ് ശ്രീ പവിത്ര. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ
ഇത് 10 മാസം ദൈർഘ്യമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് ഇത് പൊട്ടാസ്യം, ഞാൻ പറഞ്ഞു കിഴങ്ങ് വർഗ്ഗ വിളകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യം പൊട്ടാസ്യം, ക്ഷാരം എന്ന മൂലകമാണ്. ഇത് പൊട്ടാസ്യം എഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു ഇനം. അതായത് നമ്മൾ 100% മരിച്ചീനിക്ക് ആവശ്യമുള്ള 100% പൊട്ടാസ്യം കൊടുത്തില്ലെങ്കിലും മണ്ണിലുള്ളത് വലിച്ചെടുക്കാൻ ഇതിന് കഴിവുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ശുപാർശ ഒരു 25 മുതൽ 50% ഈ ശ്രീ പവിത്ര എന്നുള്ള ഇനം കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് പൊട്ടാസ്യം വളത്തിന്റെ അളവ് വളരെയധികം കുറയ്ക്കാം. ശ്രീ പവിത്ര എന്ന് CTCR ശ്രീകാര്യത്തുള്ള കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ ഉരുത്തിരിഞ്ഞെടുത്ത ഇനമാണ്. അതുപോലെ തന്നെ നൈട്രജൻ, ഈ 3 മൂലകങ്ങളുടെയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഇനങ്ങളും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രാസവളങ്ങളുടെ മാത്രമല്ല വളങ്ങളുടെ ഉപയോഗം മൊത്തമായിട്ട് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പൊട്ടാസ്യമാണ് കുറയ്ക്കാൻ പറ്റുന്നത്. ഇനി ജൈവ കൃഷി ചെയ്യുകയാണെങ്കിൽ 1 സെന്റിലേക്ക് രാസവളങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ജൈവ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്കുള്ള ശുപാർശയാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം രാസവളത്തിൽ നമ്മൾ പറയുന്ന യൂറിയ, രാജ്ഫോസ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ്, പൊട്ടാഷ് എന്ന വളങ്ങളാണ് നേർവളങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ റോക്ക് ഫോസ്ഫേറ്റ് ജൈവ കൃഷിയിൽ നമുക്ക് ഉപയോഗിക്കാം, അനുവദനീയമാണ്. പക്ഷെ സർട്ടിഫിക്കേഷൻ രീതിയിലേക്ക് പോകുമ്പോഴേ ഉള്ളൂ ബുദ്ധിമുട്ട്. അപ്പം പയർവർഗ്ഗ വിളകൾ 100 ഗ്രാം വിത്ത് വെച്ച് പാകി പുഷ്പിക്കുമ്പോൾ അവ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക. പയറിന്റെ വളത്തിനായിട്ട് കുറച്ച് റോക്ക് ഫോസ്ഫേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 40 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് ആണ് 1 സെന്റിലേക്ക് ആവശ്യം. അപ്പോൾ അവിടെ കളനിയന്ത്രണത്തിനും നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഇതിവിടെ ഇടവേളയായിട്ടല്ല, പയർ കൃഷി ചെയ്തതിന് ശേഷം നിലം കൂനയാക്കി കൃഷി ചെയ്യുവാണ് മരിച്ചീനി. 20 കിലോ കാലിവളം, അതിനോടൊപ്പം 8 ഗ്രാം ജീവാണുവളങ്ങൾ, 8 കിലോ അല്ലെങ്കിൽ കോഴിവളം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ ചാരം. അത് ഓരോ NPK 3 മൂലകങ്ങളും കിട്ടത്തക്ക വിധത്തിലുള്ള അതിൻ്റെ സ്രോതസ്സുകളെ ചേർത്താണ് ഈ ഒരു ശുപാർശ വന്നിരിക്കുന്നത്. ഇത് കാർഷിക സർവകലാശാലയുടെ അഡ്ഹോക് റെക്കമെൻഡേഷനാണ് ജൈവ കൃഷിക്കുള്ളത്. ഇനി മറ്റ് കൃഷിപ്പണികൾ ചെയ്തു വരുമ്പോൾ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 3-4 മാസത്തിന് ശേഷം ഇടയിളക്കൽ മരിച്ചീനിയിൽ പാടില്ല, കാരണം താഴെ കിഴങ്ങ് വീർത്തു തുടങ്ങുന്നുണ്ട്. പിന്നെ വിളവെടുപ്പെല്ലാം മൂപ്പനുസരിച്ച് നമുക്ക് വിളവെടുക്കാം. മറ്റ് കൃഷിയിടങ്ങളിൽ നമുക്ക് മരിച്ചീനി തനിവിളയായിട്ട് കൃഷി ചെയ്യാം, ഇല്ലെങ്കിൽ ഇടവിളയായിട്ടും ചെയ്യാം. അതായത് തെങ്ങിൻ തോപ്പിലിടയിൽ നമുക്ക് മരിച്ചീനി കൃഷി ചെയ്യാം, വാഴയ്ക്കിടയിൽ മരിച്ചീനി കൃഷി ചെയ്യാം. അതുപോലെ തന്നെ മരിച്ചീനി കൃഷിക്ക് ഇടയിലും നമുക്ക് മറ്റ് ഹ്രസ്വകാല വിളകൾ, ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു 3 മാസം വരെ വലിയ പച്ചപ്പും അതിൻ്റെ ഉപരിതലം അത്രയും അങ്ങോട്ട് വികസിക്കുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് നമുക്കൊരു 3 മാസം ദൈർഘ്യമുള്ള വിളകൾ കൃഷി ചെയ്യാം. ഇപ്പം പൊതുവായി ശുപാർശ ചെയ്യുന്നത് പയറ്, കപ്പലണ്ടി. ഏറ്റവും നല്ല ഇടവിളയായിട്ട് വന്നിരിക്കുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ അവിടെ പറയുന്നത് നമ്മൾ മരിച്ചീനി ഈ 90 സെന്റിമീറ്റർ അകലത്തിലാണല്ലോ നടുന്നത്. അതിൻ്റെ അകലം ഒന്ന് കുറച്ച്, 2 വരി മരിച്ചീനി തമ്മിലുള്ള അകലം കുറച്ച് അതിൻ്റെ ഇപ്പുറത്തോട്ട് കുറച്ചും കൂടെ സ്ഥലം കിട്ടുന്ന ആ സ്ഥലത്ത് നമുക്ക് ഇടവേള ചെയ്യുവാണെങ്കിൽ കുറെ കൂടെ നല്ലതാണ്. ഇത് ഇരട്ട വരി കൃഷി എന്ന് പറയും. ഇരട്ട വരി കൃഷി എന്ന് പറയുന്നത് പെയർഡ് റോ പ്ലാന്റിങ്. 90 സെന്റിമീറ്റർ, അതായത് 3 അടി അകലത്തിൽ നടുന്ന മരിച്ചീനി കമ്പുകൾ അതിനെ 1.5 അടി അകലത്തിലേക്ക് ആക്കി കുറച്ചാൽ അവിടെ ഒരു 1.5 അടിയും പിന്നീടുള്ള 3 അടി, ഒരു 4.5 അടി ഇടയകലം കിട്ടുന്നു. ആ ഇടയകലത്തിൽ നമുക്ക് മറ്റ് ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യാം. അങ്ങനെ ഒരു ഇടവിള കൃഷി നമ്മൾ മരിച്ചീനിയിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇനി മിനി സെറ്റ് ഇന്ന് പൊതുവെ വളരെയധികം പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് മിനി സെറ്റ്. ഇത് വിളവിനെക്കാട്ടിലും ഇത് നടീൽ വസ്തു ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രജനന രീതിയാണ്. ചെറിയ കമ്പ് നമ്മൾ സാധാരണ നടുന്ന എത്രയാണ്? ഒരു മരിച്ചീനി കമ്പ് ഏകദേശം ഒരു 15-20 സെന്റിമീറ്റർ നീളമുള്ള കമ്പുകളെല്ലാം നടുന്നത്. അതിൽ 8 മുതൽ 10 വരെ കൊച്ചു കൊച്ചു മുകളങ്ങൾ കാണും അടുപ്പിച്ച്. അപ്പം നമ്മൾ അതിൽ നിന്ന് 2 എണ്ണേ നമ്മൾ വളർത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ വരുന്നത് ഒടിച്ചു കളയാണ് അല്ലേ. അപ്പൊ അത്രയും മുകളങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ചെറിയ കമ്പുകൾ, 2-3 മുകളുമുള്ള കമ്പുകൾ ഒരു തവാരണയിൽ ഇതുപോലെ അടുപ്പിച്ച് കിടത്തി നടുകയാണ്. നേരെ നിവൃത്തിയല്ല, കിടത്തി നട്ട് ഒരു തവാരണ എന്ന് പറയുമ്പോൾ മണ്ണ് കോരി ഒരു ബെഡ് പോലെ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ഷെയ്ഡും കൂടെ കൊടുക്കണം. അതാണ് അവിടെ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു 30-45 1.5 മാസം പ്രായമാവുമ്പോൾ ഇതിനെ നമുക്ക് കൃഷിയിടത്തേക്ക് മാറ്റി നടാം. ഇവിടെ വരുന്ന ഒരു മേന്മ,
മൊസൈക്ക് രോഗം ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, മൊസൈക്ക് രോഗം വന്ന ചെടികളിൽ നിന്ന്, കമ്പുകളിൽ നിന്ന് നമുക്ക് നടാനായിട്ട് കമ്പ് എടുക്കരുത്. ചിലപ്പോൾ നമ്മൾ ഇലയൊക്കെ മാറ്റിയുള്ള കമ്പുകളാണ് നമ്മളവിടെ ഇരിക്കുന്നത്, നമുക്കറിയത്തില്ല ഇതിൽ മൊസൈക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൊസൈക്ക് വന്ന ചെടിയിലെ കമ്പാണെങ്കിൽ ഇത് മുളച്ച് വരുമ്പോഴത്തേക്ക് വരുന്ന ഇലകളിൽ ആ രോഗലക്ഷണങ്ങൾ കാണും. അപ്പൊ അങ്ങനെയുള്ള തൈകൾ നമുക്ക് അവിടെ മാറ്റാം, എന്നിട്ട് നല്ലത് മാത്രം കൃഷിയിടത്തേക്ക് നടാം. അപ്പൊ അവിടെ ഒരു സ്ക്രീനിങ്, ഇനിഷ്യൽ മൊസൈക്ക് നിയന്ത്രണത്തിന് പറയുന്ന ഒരു പ്രധാന മാർഗം ഇത് തന്നെയാണ്. ഒരു ഇനിഷ്യൽ സ്ക്രീനിങ് നമുക്ക് ഇവിടെ സാധ്യമാകും. ഇപ്പൊ ഇവിടെ വെള്ളായണി കാർഷിക കോളേജിൽ ചെയ്തൊരു പരീക്ഷണത്തിൽ കണ്ടത്, ഇപ്പൊ ഇങ്ങനെ പോവാതെ ഇപ്പൊ ഇതിനൊരു തവാറിനെ ഉണ്ടാക്കണം, മേലെ ഒരു ഷെയ്ഡ് നെറ്റ് ഒക്കെ ഇട്ട് അതിനൊരു തണലൊക്കെ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പൊ ഈ പ്രോ ട്രേ, എല്ലാവർക്കും ചെറിയ കപ്പ് പോലുള്ള ട്രേകളുണ്ട്, അതിനകത്ത് ഈ ഏകദേശം 3 മുകുളമുള്ള കമ്പ് നട്ട് മണ്ണിര കമ്പോസ്റ്റ്, ചകിരിച്ചോറ്, ഈ ഒരു മിക്സ്ഡ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് 3:1 എന്ന അനുപാതത്തിൽ നിറച്ച് ആ മുളച്ച് വരുന്ന കമ്പുകളെ, മിനി സെറ്റുകളെ നമുക്ക് കൃഷിയിടത്തേക്ക് പറിച്ച് നടുന്നത് ഏറ്റവും ഫലവത്തായി കണ്ടു. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇത് ചെറിയ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണോ നടീൽ വസ്തു അതനുസരിച്ചാണല്ലോ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ വിളവ്. അപ്പോൾ ഒരു 2 കിലോ താഴെ നമുക്ക് പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷെ നല്ല അകലത്തിൽ, ഏകദേശം ഈ പറഞ്ഞ പോലെ 3 അടി അകലത്തിൽ തന്നെ നമ്മൾ നടുകയാണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കിയ തൈകൾ നല്ല വിളവ്, 3 കിലോ 4 കിലോ വരെ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതായി പരീക്ഷണത്തിൽ നിന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പൊ മിനിസെറ്റ് കൃഷി ശരിക്കും ഒരു ദ്രുത പ്രജനന മാർഗം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ ഇന്ന് വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ, ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് 4 കിലോ 5 കിലോ ഒന്നും വേണ്ട, ഇപ്പൊ 2 കിലോ കിട്ടിയാലും മതി. അപ്പൊ ആ ഒരു വലിയ ചാക്കുകളിൽ, സിമന്റ് ചാക്കുകളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യുമ്പം, സിമന്റ് ചാക്കല്ല, ഗ്രോ ബാഗിൽ, അരിച്ചാക്കിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും വലിയൊരു വിളവല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഈ 5-6 മാസം കൊണ്ട് വിളവ് തരുന്ന വെള്ളായണി ഹ്രസ്വ പോലുള്ള ഇനങ്ങൾ നമുക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ചെറിയ രീതിയിൽ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാം. അതുപോലെ തന്നെ പുരയിടത്തിൽ, അപ്പൊ ഇവര് പുരയിടത്തിൽ ചെയ്യുമ്പോൾ മറ്റേതുപോലെ നിലം നന്നായിട്ട് ഒരുക്കുക, മണ്ണ് നല്ല ആഴത്തിൽ തന്നെ കിളച്ച് അയവ് വരുത്തുക, എന്നിട്ട് ഈ തൈകൾ പറിച്ച് നട്ട് ഒരു 75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 90 സെന്റിമീറ്റർ അകലത്തിൽ നടുകയാണെങ്കിൽ മിനിസെറ്റ് കൃഷിയും നല്ലതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് കുരുടിപ്പ് രോഗം. ഏറ്റവും മരച്ചീനി കൃഷിയിൽ ഏറ്റവും പ്രശ്നം കുരുടിപ്പും ഒന്ന് സൂചിപ്പിച്ച മാതിരിയുള്ള എലിയുടെ ശല്യമാണ്. അപ്പോൾ ഒന്ന്, രോഗബാധയില്ലാത്ത കമ്പുകൾ എടുക്കുക, പ്രതിരോധമുള്ള ഇനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അവയുടെ കൃഷി, നിധി, വെള്ളായണി ഹ്രസ്വ പോലുള്ള, ശ്രീരക്ഷ, ശ്രീ പത്മനാഭ പോലുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. മിനിസെറ്റ് കൃഷി ചെയ്യാം, അവിടെ നമുക്കൊരു സ്ക്രീനിങ് നടത്താൻ പറ്റും. അല്ല എങ്കിൽ മറ്റേ കമ്പുകൾ തന്നെ ഒരു തവാരണയിൽ ഒരു 30 ദിവസം 1 മാസം വളർത്തിയിട്ട് അതിൽ നിന്ന് തൈകൾ ഇളക്കി കൃഷിയിടത്തേക്ക് നടുന്നതും ആ ഒരു സ്ക്രീനിങ് നമുക്ക് ചെയ്യുവാൻ സഹായകമാക്കും. ഇനി വെള്ളീച്ചയെ നിയന്ത്രിക്കണം. കാരണം വെള്ളീച്ചയാണല്ലോ ഈ അസുഖം പകർത്തുന്നത്. അതിന് ഏതെങ്കിലും ഒരു കീടനാശിനി, നീം ഓയിൽ ഇമൾഷനൊക്കെ ഉപയോഗിക്കാം. എന്നാലും ആവശ്യമുണ്ടെങ്കിൽ കീടനാശിനി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അത് അടിച്ച് വെള്ളീച്ചയെ നിയന്ത്രിക്കുക. ഇനി വന്ന ഇതാണ് ആ മൊസൈക്ക് വന്ന ഒരു ചെടിയുടെ പടമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. വന്ന ചെടികൾക്ക് നമ്മൾ നല്ലൊരു റിസൾട്ട് കണ്ടത് മൈക്രോ ഫുഡ്, സൂക്ഷ്മ മൂലകങ്ങളുടെ വളക്കൂട്ട്, ഞാൻ പറഞ്ഞ ബോറോൺ എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ തന്നെ മൈക്രോ ഫുഡ് എന്ന് പറഞ്ഞ് എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും കൂടെ അടങ്ങിയ ഒരു മിശ്രിതം കിട്ടും. അപ്പൊ മൈക്രോ ഫുഡ് ഒരു 25 ഗ്രാം ഒരു ചെടിയുടെ ചുവട്ടിൽ, അപ്പൊ അതിന്റെ ചെടിയുടെ വളർച്ചയെ പരിപോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ വൈറെക്സ് എന്ന് പറയുന്ന ഒരു പൊടി നമുക്കിപ്പോൾ കിട്ടും, ലൈനി നമുക്കിപ്പം വാങ്ങിക്കാൻ കിട്ടും. അത് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും അതോടൊപ്പം തന്നെ മൈക്രോ ഫുഡ് ചുവട്ടിൽ മണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ ആ ചെടിക്ക് ആ രോഗത്തെ ചെറുക്കാനും, വന്നത് പൂർണ്ണമായി മാറുകയല്ല, എല്ലാ ചെടികൾക്കും കൊടുക്കണം. വന്ന ചെടികൾക്ക് കുറച്ചും കൂടെ ആരോഗ്യവും മറ്റു ചെടികളിൽ ഇതിനെ അതിജീവിക്കാനുള്ള കഴിവും നൽകുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ PGPR മിക്സ് ഉപയോഗിക്കുന്ന PGPR മിക്സ് 1 എന്ന ജീവാണുവളം ഉപയോഗിച്ച ചെടികളിലും ഈ അസുഖങ്ങൾ, ഈ മൊസൈക്ക് രോഗം കുറവാണ്, അതിൽ അധികം വന്നില്ല എന്ന് തന്നെ പറയാം. അതാണ് നമുക്ക് കുരുടിപ്പ് രോഗത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി എലിയുടെ ശല്യം, നമ്മൾ നാടൻ രീതിയിൽ എനിക്കൊന്ന് എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്കറിയാം എലിയുടെ ശല്യത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് 2 തരം കെണികൾ വെക്കാം.
പിന്നെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവർ പറയും കമ്പിൽ പ്ലാസ്റ്റിക് കവർ, വെള്ള പ്ലാസ്റ്റിക് കവർ കെട്ടിവെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ കാറ്റടിക്കും, അതിൻ്റെ ഒരു അനക്കം കൊണ്ട് തന്നെ എലി വരാതിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ചെറിയ രീതിയിലൊക്കെ പറ്റുള്ളൂ. കൃഷി ചെയ്താൽ, മരിച്ചീനി കൃഷി ചെയ്യുമ്പം അല്പം എലിവശത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. എലിയുള്ള ഒരു ഏരിയ, അത് എവിടെന്നെങ്കിലും വന്നോളും. അപ്പം സിങ്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എലിക്കേക്കുകൾ വെച്ച് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മറ്റേ ഉണക്കമീനോ അതിനെ വെച്ച് അതിനോടൊപ്പം വിഷവും വെച്ച് ബെയ്റ്റ് ചെയ്തിട്ട് വിഷവും വെച്ച് കൊല്ലാൻ, മാളങ്ങൾ, ലൈവായിട്ടുള്ള മാളങ്ങളിൽ വിഷം വെച്ച് കൊടുത്ത് നമുക്ക് കൊല്ലാനേ സാധിക്കുകയുള്ളൂ. പിന്നെ ചെത്തിക്കൊടുവേര് വളർത്തുന്നത് അതിനെ എലിയെ മാറ്റി നിർത്തും എന്നൊക്കെ ഈ ഐറ്റിക്ക് നമ്മുടെ നാട്ടറിവുകളിനകത്ത് വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം വന്നൊരു പുതിയൊരു പ്രശ്നമാണ് അത്. കൊല്ലം ജില്ലയിലൊക്കെ തിരുവനന്തപുരം ജില്ലയിലും തുടങ്ങിയിട്ടുണ്ട്, വളരെ വ്യാപകമായിട്ട് വരുന്നതാണ്. നമ്മുടെ മരിച്ചീനിയുടെ ഇലയെല്ലാം ഇങ്ങനെ വാടി നിൽക്കുന്ന, അതിൻ്റെ താഴെ കിഴങ്ങുകളെല്ലാം ഈ ഒരു വരണ്ട് ഉണങ്ങി അതിൻ്റെ തൊലി മാറ്റി ചുമന്ന കളർ പോലെ വരുന്നു. ഇത് പുതിയതായിട്ട് കണ്ടുവരുന്നൊരു ഫംഗസ് രോഗമാണ്. ഇതിന് കുമിൾനാശിനി തന്നെ ഡ്രഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് മരിച്ചീനി, ഇങ്ങനൊരു പ്രോബ്ലം ഉള്ള ഏരിയയിൽ തുടർച്ചയായിട്ട് മരിച്ചീനി കൃഷി ചെയ്യാതിരിക്കും. അത് നമ്മൾ എല്ലാ വിളകളിലും പറയുന്നതാണ് വിള പരിക്രമം. ഏത് കൃഷിയാണെങ്കിലും ഒരു കൃഷി കഴിഞ്ഞിട്ട് അതേ കൃഷി തന്നെ വീണ്ടും 2 തവണ ഓക്കെ. കാരണം വാഴ എടുക്കുമ്പോൾ വാഴയുടെ കന്നിൽ നിന്ന് നമുക്ക് അടുത്തൊരു കൃഷിയും കൂടെ ചെയ്യാം. നടിയിൽ വസ്തു ഇളക്കി നടാതെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ക്രോപ്പും കൂടെ എടുക്കാം. പക്ഷെ തുടർച്ചയായിട്ട് ഒരേ വിള തന്നെ കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഈ ഒരു അസുഖം ഇപ്പം വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. അതിന് കുമിൾനാശിനി ഡ്രഞ്ചിങ്, ബാവിസ്റ്റൻ എന്ന് പറയുന്ന, കാർബൻഡാസിം എന്ന് പറഞ്ഞ കുമിൾനാശിനി ഡ്രഞ്ചിങ് മാത്രമേ ഇപ്പം തൽക്കാലമുള്ളൂ. നടുന്ന സമയത്ത് വേപ്പും പിണ്ണാക്കും ട്രൈക്കോഡെർമ ചേർത്ത വേപ്പും പിണ്ണാക്ക് ചുവട്ടിലിട്ട് കൊടുത്ത് നടിയിൽ തുടങ്ങുക. കുമ്മായം ചെയ്യുക. ഈ ട്രൈക്കോഡെർമ എന്ന ജൈവ നിയന്ത്രണ മാർഗമായ കുമിള് വേപ്പും പിണ്ണാക്ക് ചാണകമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു 100 ഗ്രാം വെച്ച് ഒരു ചുവട്ടിലിട്ട് കൊടുത്ത് കൃഷി ചെയ്യുക എന്ന് മാത്രമേ നമുക്കിപ്പം പറയാനുള്ളൂ. ഇനി നമ്മുടെ രണ്ടാമത്തെ വിള മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് മരിച്ചീനിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു 3-4 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാവുന്ന ഒരു വിളയാണ്. പക്ഷെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ തവാരണ, ഇതിൻ്റെ കിഴങ്ങിൽ നിന്ന് തലപ്പുകൾ ഉണ്ടാക്കി, അത് ശരിക്കും പറഞ്ഞാൽ 2 പ്രാഥമികയും ദ്വിതീയ 2 പ്രൈമറി സെക്കൻഡറി നഴ്സറി ചെയ്തിട്ടാണ് നമ്മൾ തലപ്പുകൾ കൃഷിയിടത്തേക്ക് നടുന്നത്. പക്ഷേ ഇന്ന് മിക്കവാറും എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ, എല്ലാ ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ CTCRI പോലുള്ള കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിൻ്റെ തലപ്പുകൾ തന്നെ നടാൻ ലഭ്യമാകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നടിയിലെ സമയമാണ്, സെപ്റ്റംബർ ഒക്ടോബർ. ഈ സമയം തലപ്പ് നടാനുള്ള സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് മധുരക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായി ചെയ്യാം. അല്ലാതെ ജൂൺ ജൂലൈ മാസത്തിൽ ചെയ്യാം. വയലിലൊക്കെ ആണെങ്കിൽ 3-ാം വിളയായിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാവുന്നതാണ്. മധുരക്കിഴങ്ങ് പൊതുവെ നമ്മൾ കാണുന്ന ക്രീം കളർ കൂടാതെ പിങ്ക്, ഓറഞ്ച് കളർ ഫ്ലഷ് ഉള്ള ഇനങ്ങളുണ്ട്. ഈ ഓറഞ്ച് കളറുള്ള അതിന് കുറച്ചും കൂടെ വരൾച്ച അതിജീവിക്കാൻ കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ആന്തോസൈനിൻ, അതിൻ്റെ ആ ഒരു കണ്ടന്റിന്റെ വ്യത്യാസം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ടാണ് ആ ബീറ്റ കരോട്ടിന്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ആ കളർ വ്യത്യാസം. ഇപ്പൊ പിങ്ക് നിറത്ത് നമ്മുടെ കാഞ്ഞങ്ങാട് ലോക്കൽ, നമ്മൾ പണ്ട് കാസർഗോഡ് എന്ന് പറയുന്ന ആ കാഞ്ഞങ്ങാട് ലോക്കൽ, അത് പിങ്ക് കളേർഡ് ആണ്. അല്ലാതെ ഓറഞ്ച് കളേർഡ് ഇനങ്ങളുണ്ട്. ശ്രീരത്ന, ശ്രീവർധിനി. പഴയ ഇനങ്ങളെല്ലാം ഏകദേശം ഒരു 5 മാസം ദൈർഘ്യമുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് പുതിയ ഇനങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 90 ദിവസം, 75 മുതൽ 80 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന ഇനങ്ങളും ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രീ നന്ദിനി, ശ്രീവർധിനി, ശ്രീഭദ്ര, ശ്രീരത്ന, ഇതെല്ലാം ഒരു 105 ദിവസം കൊണ്ട് മൂപ്പ് എത്തുന്നതാണ്. അതുപോലെ ശ്രീ അരുൺ, ശ്രീ വരുൺ, അത് 90 ദിവസം നട്ടതിന് ശേഷം, തലപ്പ് നട്ടതിന് ശേഷം. ശ്രീ കനക എന്ന് പറഞ്ഞ ഇനം ഏകദേശം 75 മുതൽ 80 ദിവസം കൊണ്ട് മൂപ്പെത്തുന്ന വിളവെടുക്കാവുന്ന ഇനങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ജൂൺ ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ ഇപ്പം. പിന്നെ വയലിലൊക്കെ ആണെങ്കിൽ നെല്ലിൻ്റെ കൃഷി കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാം. അപ്പം ഇവിടെ പറഞ്ഞ് നമ്മുടെ പൊതു ശുപാർശ അനുസരിച്ച് 125 ഗ്രാം വലിപ്പമുള്ള കിഴങ്ങുകൾ നട്ട് പ്രാഥമിക നഴ്സറി, സെക്കൻഡറി നഴ്സറി എടുത്ത് അതിൽ നിന്ന് തലപ്പെടുത്ത് സെക്കൻഡറി നഴ്സറി എടുത്ത് അതിൻ്റെ തലപ്പുകളാണ് മെയിൻ ഫീൽഡിൽ പ്രധാന കൃഷിയിടത്തേക്ക് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് തലപ്പുകളായിട്ട് തന്നെ പലയിടത്തു നിന്നും തലപ്പുകളായിട്ട് തന്നെ ഇനങ്ങൾ തിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആവശ്യക്കാർ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അവർ തലപ്പൊടിച്ച് തരുള്ളൂ. നഴ്സറി തവാരണ അവരിട്ടിട്ടുണ്ട്.
പിന്നെ നടിയിൽ കൂനകൾ കൂട്ടിയാണ്, അല്ലെങ്കിൽ വാരം കോരി ചെയ്യാം, കൂനകൾ കൂട്ടിയും ചെയ്യാം. വാരം ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5 അടി അകലത്തിൽ വാരങ്ങൾ കോരിയിട്ട് അതിനകത്ത് ഒരു 20 സെന്റിമീറ്റർ, അരയടി ഒരടി അകലത്തിൽ തലപ്പുകൾ കുത്തുമ്പം, തലപ്പുകൾ നടുമ്പം നടുഭാഗം മണ്ണിലോട് ചേർത്ത് വെക്കും. അതിൻ്റെ 2 അരികു ഭാഗവും പുറത്തോട്ട് തന്നെ നിൽക്കും. ഇനി വളത്തിൻ്റെ അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് എത്ര യൂറിയ, എത്ര രാജ്ഫോസ്, എത്ര പൊട്ടാഷ് കൊടുക്കണം. അത് ഒറ്റ തവണയായിട്ടല്ല കൊടുക്കുന്നത്, നൈട്രജൻ 2 തവണയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മണ്ണ് കയറ്റി കൊടുക്കുക വേണം. ദേശം ഞാൻ പറഞ്ഞില്ലേ, പഴയ ഇനങ്ങൾ, നേരത്തെയുള്ള ഇനങ്ങൾ 5 മാസം വരെ ദൈർഘ്യമുള്ള ഇനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം 3-4 മാസത്തിനുള്ളിൽ വിളവെടുക്കാവുന്ന ഇനങ്ങളും മധുരക്കിഴങ്ങിലുണ്ട്. വളപ്രയോഗവും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ആ ബേസ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മരിച്ചീനിക്ക് പറഞ്ഞതുപോലെ തന്നെ ബാധകമാണ്. ഇവിടെ അളവിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും പ്രശ്നം നമുക്ക് മധുരക്കിഴങ്ങിലുള്ളത് ചെല്ലിയാണ്. നമ്മൾ കിഴങ്ങ് നമുക്കറിയാം, നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് മുറിക്കുമ്പോഴത്തേക്ക് മുഴുവൻ കുത്തപ്പുഴുക്കുത്ത് പോലെ ഇങ്ങനെ കിടക്കും അല്ലേ. അപ്പം അതിന് ഒന്ന് കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക. എല്ലാ കീടങ്ങൾക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇച്ചിരി നമ്മൾ ശ്രദ്ധിക്കാതെ ഇടുവാണെങ്കിൽ അവർ കയറി അങ്ങ് ആക്രമിക്കും. അപ്പം കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക. എന്നുവെച്ചാൽ പ്രധാന ഉദാഹരണം നമ്മൾ പറയുന്ന വാഴയില തടതുരുപ്പം പുഴു പറയും. അത് ഓലയൊന്നും വെട്ടാതെ ഇങ്ങനെ തൂങ്ങി നമ്മൾ വിചാരിക്കും ഇച്ചിരി തണുപ്പ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കരിഞ്ഞ ഓലയൊക്കെ തടയോട് ചേർത്ത് കെട്ടിവെക്കും. അതാണ് തടതുരുപ്പം പുഴുവിന് ഏറ്റവും, അതിൻ്റെ ആ ചെല്ലിക്ക് ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം. നമുക്ക് വീട്ടുവളപ്പിലൊക്കെ തന്നെ ബക്കറ്റിലെ വെള്ളമൊക്കെ കളയാതെ, കമത്തി കളയാതെ അവിടെ കെട്ടിവെക്കുന്നുള്ള പറയത്തില്ല. കൊതുക് വന്ന് മുട്ടയിടുമെന്ന് പറയത്തില്ല. അപ്പം കീടങ്ങൾക്ക് നമ്മൾ ഇച്ചിരി വൃത്തിശൂന്യത നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പം അവരത് അവസരമായിട്ട് മുതലെടുക്കുന്നു. അപ്പം കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക. കീടബാധയില്ലാത്ത കിഴങ്ങുകളും നല്ല വള്ളികളും കൃഷിക്കായി ഉപയോഗിക്കുക. നട്ട് ഏകദേശം 30 ദിവസത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് വച്ച അതിൻ്റെ ഇല ഏകദേശം 1 സെന്റിൽ ഒരു 12 ഇലയിട്ട് പുതയിടുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ആ ഒരു റിപ്പല്ലന്റ് ആക്ഷനാണ് അവിടെ വരുന്നത്. പിന്നെ കെണി വെച്ച് നമ്മളിതിനെ ആകർഷിച്ച് നശിപ്പിക്കുക. അതായത് 50 മുതൽ 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് മധുരക്കിഴങ്ങിൻ്റെ തന്നെ കഷ്ണങ്ങൾ മുറിച്ച് അവിടെ അകലത്തിൽ വെക്കുക. അപ്പം ഇതിലേക്ക് ആ മുറിച്ചിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് ആ ചെല്ലികൾ ആകൃഷ്ടരാവും. അപ്പോൾ അവിടെ നമുക്ക് അതിനെ പിടിച്ച് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നശിപ്പിക്കുന്നതിന് വലിയ പ്രയാസമില്ല. പിന്നെ ഇന്ന് ചെല്ലിയെ കൊല്ലാനായിട്ട് ഫെറമോൺ കെണികളും ഉണ്ട്. അതിൽ ചെല്ലിയെ ആകർഷിക്കാനുള്ളൊരു ഒരു വസ്തു അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതുപയോഗിച്ചും നമുക്ക് കെണിയായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കെണികൾ ഉപയോഗിക്കുമ്പം, ഫെറമോൺ കെണികൾ ഉപയോഗിക്കുമ്പം ഇപ്പം നമ്മളൊരു ഏലയിലാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും അത് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇല്ലെങ്കിൽ ഇത് എല്ലാ സ്ഥലത്തെയും കൂടെ നമ്മുടെ പുരയിടത്തേക്കായിരിക്കും വരുന്നത്, നമ്മുടെ കൃഷിയിടത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഒരു ഏല ഒരു ഭാഗം മുഴുവൻ നമ്മൾ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്ന എല്ലാവരും തന്നെ ഈ കെണി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് മധുരക്കിഴങ്ങിലെ ഏറ്റവും വലിയ പ്രോബ്ലമായിട്ട് കണ്ടുവരുന്നത്, ചെല്ലിയുടെ ആക്രമണം. ഇനി ഞാൻ കൂർക്കയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. മധുരക്കിഴങ്ങ് പോലെ തന്നെ നമുക്ക് വള്ളി തലപ്പുകൾ നട്ട് എടുക്കാവുന്നൊരു വിളയാണ് കൂർക്ക. അത് ഇപ്പം ഇച്ചിരി പ്രാധാന്യം അർഹിച്ചു വരുന്നുണ്ട്. അത് മധുരക്കിഴങ്ങിൻ്റെ പോലെ തന്നെ കൃഷി രീതിയാണ്, പക്ഷെ അതിന് അളവിൽ മാത്രം വ്യത്യാസമുണ്ട്.